المرسلين وعلى آله وصحبه أجمعين أما بعد فأعوذ بالله من الشيطان الرجيم الرحمن الرحيم لقد من الله على المؤمنين إذ بعث فيهم رسولا من أنفسهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين صدق الله العلي العظيم سئل رسول الله صلى الله عليه وسلم عن صوم الاثنين فقال فيه ولدت وفيه أنزل عليه صدق رسول الله صلى الله عليه وسلم يا رحمة الله إني خائف نجيل يا نعمة الله إني مفلس آني وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني فكن ماني من شد الحياة ومن شد الممات ومن إحراق جثماني مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم സദസ്സിലുള്ള മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, വേദിക്കലുള്ള പ്രസിഡന്റും ജമാഅത്ത് ഭാരവാഹികളും ഇൽമുക്ക് നേതൃത്വം കൊടുക്കടെ ഉടുത്ത ഉസ്താദുമാർ, അല്ലാഹു ഞങ്ങളെല്ലാവരെയും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി അടുത്ത സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഈ മജ്ലിസ് സംഘടിപ്പിച്ച് സഹായിച്ച് സഹകരിച്ച് ഓടി നടന്ന് പ്രവർത്തിച്ച് ഓരോ മുഅ്മിനുകും അല്ലാഹു തആല ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത് കൊണ്ട് അനുഗ്രഹിക്കട്ടെ. ലോകത്ത് ചിലപ്പോൾ സ്വന്തം ജനന താരീഖു ഗൊന്തിക്കടെ ആൽമാർ ഇന്നെങ്കിലും അത് നനപ്പ് വെക്കടത് ചില റെക്കോർഡിക്കലുമായി ബന്ധപ്പെട്ട കാര്യത്തുകനായിട്ട് മാത്രമാണ്. അതുകൊണ്ടാണ് പണ്ട് റെക്കോർഡ്സ് വലിയ ആവശ്യമില്ലാത്ത കാലത്ത് പലർക്കും അങ്ങനെ ഡേറ്റ് ഓഫ് ബർത്ത് ഓർമ്മയില്ലെന്ന്. എണ്ടും ചെറിയ മക്കളൊട്ട നിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് എപ്പാണ്ട് കേട്ടെങ്കിൽ ഗൊന്തിക്കുന്നുണ്ടില്ല. ബലിയങ്ങളൊട്ട കേട്ടെങ്കിൽ ചിലപ്പോൾ ഓർമ്മ ഇന്നങ്ങ ചൊല്ലുവാറ്, അല്ലാത്തങ്ങ മൊബൈലിൽ ഡോക്യുമെൻറ്റ്സ് നോക്കിയിട്ടാണ് ചൊല്ലുക. എന്തായാലും അവൻ്റെ സ്വന്തം അബ്ബടയും ഉമ്മടയും ഡേറ്റ് ഓഫ് ബർത്ത് ഗൊന്തിക്കട ആൽമാർ ഈ സദസ്സിലില്ലാണ്ട് ഞാൻ വിചാരിക്കട്ടെ. ഈ ചെറിയ മക്കളൊട്ട ഇത് എത്രാമത്തെ മീലാദുണ്ട് കേട്ടെങ്കിൽ നിങ്ങൾ എന്തൊരു ഉത്തരം ചൊല്ലാറ്? എത്രാമത്തെ മീലാദ്? മാഷാ അല്ലാ, 1500-ാമത്തെ മീലാദുണ്ടാണ് ചെറിയ മക്ക. ചിലപ്പോൾ അങ്ങനെ ഡേറ്റ് ഓഫ് ബർത്ത് കൊന്തിക്കുന്നുണ്ട്, എന്തില്ല. അതേ ടൈമിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്
ഗൊന്തില്ലാത്ത ഒരു മുഅ്മിൻ ഇല്ല. അത് എല്ലാ മനുഷ്യരുടെ കൽബിലും മനപ്പാടമായി പോയിട്ട് അതിന് മനപ്പാടമാക്കണ്ട ചെന്നിട്ട് എത്ര ബാനറിട്ടെങ്കിലും അതിന് വിരുദ്ധ എത്ര പ്രചാരാക്കിയെങ്കിലും ആ ബാനറിങ്ങ അവിടെ ഇങ്ങനെ തൂങ്ങി നിൽക്കുവല്ലാണ്ട് പ്രചാരം ഇങ്ങനെ നടക്കുവല്ലാണ്ട് മോമിൻ്റെ കൽബിട് തൊട്ടത് മായ്ക്കുക സാധ്യമല്ല. കാരണം അത് ചൊന്നത് ഖുർആനാണ്. വറഫഅനാ ലക ദിക്റക്, നബിയെ തങ്ങളെ പോതുരതും മദഹ ചൊല്ലതും ഓർമ്മയാക്കിടതും 44 കുറയിടല്ല, 44 ഏരിക്കിട സ്വരമാണ് ഞങ്ങൾ ആക്കിടെ. വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊല, നബിയെ ഇണ്ടത്തെ നാളുടെ പോലെ അല്ല ബറകുള്ള നാലുങ്ങ, ബറകുള്ള നാലിൽ തങ്ങുള്ള അഭിമാനിമാർ ആരായിപ്പോവാർ. 1,00,000 ഇന്നത് 200 കോടി പ്ലസ്സാണ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങുള്ളെ ഫോളോവേഴ്സുങ്ങ അനുയായിങ്ങ. വാട്സപ്പില്ല, ഇൻസ്റ്റാഗ്രാമുങ്ങ ഇല്ല, ഫേസ്ബുക്കുങ്ങ ഇല്ല, ഒന്നുമില്ലാത്തൊരു ഫോളോവറാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വേണ്ടപ്പെടറു ആ മനുഷ്യയുടെ കണ്ട്രമ ചിത്ര നോക്കിയിടമ ഇല്ല, ഒന്നൊന്നും നോക്കിയിട്ടില്ല. ആകെ ഒന്ന് കണ്ടത് മദീനത്തെ പവിത്രമായ അൽ ഖുബ്ബത്തുൽ ഖളറാ, പച്ച കുബ്ബം മാത്രമാണ്. ഖബറ് പോലും ഞങ്ങൾ കണ്ടില്ല. ആ കാണാത്ത നബിയുടെ വകയാണ് പരിശുദ്ധമായ ഖുർആൻ. വറഫഅനാ ലക ദിക്റക് വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊല ചെന്നിട്ട് പഠിപ്പാട്ടി തന്നപ്പ അതെല്ലാം ഏറ്റെടുത്ത് മനസ്സുകൊണ്ട് നടന്ന ആൽമാരാണ് ഞങ്ങൾ എല്ലാവരും. പിന്നെ ആ നബിയുടെ കൊണ്ട് സന്തോഷിക്കണ്ടേ? ഏതൊരു ബുദ്ധിയുള്ള ആളും ഏതൊരു അല്പബുദ്ധിയുള്ള ആളും അവണു ഒറ്റടിക്ക് തർക്കത്തുകൊന്നും നിൽക്കാണ്ട്, ശാസ്ത്രത്തുകൊന്നും പോവാണ്ട്, ചിന്തകൊന്നും ഇട കൊടുക്കാണ്ട് ഒറ്റ പലക്കത്തിൽ ചൊല്ലുക എന്തുകൊണ്ട് സന്തോഷിക്കുക തീറ? കാരണം സ്വന്തം അബ്ബുമ്മൊടൊട്ട ശുക്റുള്ള മക്ക, സ്വന്തം ഇലങ്ങ മൂത്തങ്ങളൊട്ട നന്ദി ബോധമുള്ള മക്ക, സ്വന്തം ചെങ്ങായിമാരൊട്ട നന്ദി ബോധമുള്ള ബാലക്കാറുമാർ, എന്തുകൊണ്ട് എല്ലാം 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 കാട്ടിത്തന്ന നേതാവൊട്ടിಗೆ ഒരു ശുക്ർ കാട്ടുക തീറ? എന്തുകൊണ്ടും തീരുണ്ടാണ് സാമാന്യ ബുദ്ധിയുള്ള അല്പബുദ്ധിയുള്ള ചെറിയ മക്കളെ ബുദ്ധി പോലും ചൊന്നുപോണ്ട പലക്കാണ് ആ നബിതങ്ങളെ കൊണ്ട് സന്തോഷിക്കരുത്. ഞങ്ങൾക്കു എന്തുകൊണ്ടും തീർന്നതാണ്. നബിതങ്ങൾ ചൊന്നറ ഇല്ല ചൊല്ലത് വേറെ വിഷയമാണ്, ബുദ്ധി കൊണ്ട് സമ്മതിക്കുന്ന ഒരു വിഷയമാണ്. ഇനി നബി ചൊന്നറ ഖുർആൻ ചൊന്നറ കേട്ടെങ്കിൽ പക്ക ഖുർആൻ സ്പഷ്ടമായി ചൊന്നറു ഫല്ലഫ്റഹു, ആ റഹ്മത്ത് കൊണ്ട് നിങ്ങൾ സന്തോഷിക്കറു. ലോകത്ത് റസൂലുള്ളാഹി വലിയൊരു റഹ്മത്തില്ലല്ലേ? ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ചൊന്നതുപോലെ ഫലം തുംസിബിനാ നിഅമത്തുൻ ലഹറത് ഔ ബത്നത്, കണ്ടതും കാണാത്ത സകല അനുഗ്രഹത്തെയും മൂല കാരണം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഏറ്റവും വലിയ നിഅമത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അത് നിഅമത്തല്ലെങ്കിൽ ലോകത്തിലൊന്നും നിഅമത്തല്ല, അത് റഹ്മത്തല്ലെങ്കിൽ ലോകത്തിലൊന്നും റഹ്മത്തല്ല. ആ റഹ്മത്ത് കൊണ്ട് സന്തോഷിക്കറു ചൊല്ലുമ്പോൾ അത് സന്തോഷിക്കട എന്തെല്ലാം ഭാഗം കൊണ്ടാ? ചിലപ്പോൾ ഷാമിയാന ഇട്ടിട്ട്, ചിലപ്പോൾ ലൈറ്റ്സ് ഇട്ടിട്ട്, ചിലപ്പോൾ പാട്ടുങ്ങ പാടിയിട്ട്, ചിലപ്പോൾ നല്ല മധുരങ്ങ കൊടുത്തിട്ടു, ചിലപ്പോൾ നല്ല നെയ്ച്ചോറുങ്ങ കൊടുത്തിട്ടു. സന്തോഷിക്കുമ്പോൾ ആരും കറുത്തെ ബാവുട്ടം പിടിച്ച് നടക്കില്ലല്ലേ? സന്തോഷിക്കുമ്പോൾ ആരും കണ്ണിലിങ്ങനെ തന്നിയെടുത്തിട്ട് ഔത്ര ഉൽഗ തെക്കില്ലല്ലേ? സന്തോഷിക്കുമ്പോൾ ആരും കൈ ഇങ്ങനെ നിലത്ത് കടിച്ചിട്ട് ബബ്ബടിക്കില്ലല്ലേ? സന്തോഷിക്കുമ്പോൾ സന്തോഷത്തെ ചില പ്രകടനങ്ങളുണ്ട്, ദുഃഖത്തെ പ്രകടന അല്ലാത്ത പല പ്രകടനങ്ങളും സന്തോഷത്തെ പ്രകടനയാണ്. ആ പ്രകടനങ്ങൾ ഞങ്ങളെ മീലാദിലും ഞങ്ങളെ ജാത്തത്തിലും ഞങ്ങളെ വാതിലും ഞങ്ങളെ പാട്ടിലും ഞങ്ങളെ വേദിക്കലും ഞങ്ങളെ പരിസരത്തിലും അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കട്ടെ. ഫല്ലഫ്റഹു, സന്തോഷിക്കയുടെ ഭാഗം എന്തെല്ലാമുണ്ട് അതെല്ലാം ഞങ്ങൾ നടത്തുക. ഇനി റസൂലുള്ളാഹി ഒന്നരാണ്ട് കേട്ടെങ്കിൽ സ്പഷ്ടമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെറും റബീഉൽ അവ്വൽ 12 മാത്രമല്ല ചൊന്നത്, എല്ലാ തിങ്കളാശയുടെയും മഹത്വം ചൊന്നത് ഫീഹി ഉലിത്തു. നാം തിങ്കളാശ നോമ്പ് നോക്കൂടെ? സ്വഹാബത്ത് കേട്ടാർ, എന്ത് നബിയെ ഫീഹി ഉലിത്തു, അണ്ടത്തെ നാലല്ലേ നാണ് പെത്തരെ, ഫീഹി ഉൻസില അലൈ, അണ്ടത്തെ നാലല്ലേ നൻ്റെ ഏറ്റവും വലിയ മുഅ്ജിസത്തായ ഖുർആൻ നൻ്റെ മേലെ അവതീർണമായിടെ.
അതുകൊണ്ട് ആ സന്തോഷത്തെ ഭാഗമായി പടച്ചറബ്ബുക്ക് ശുക്ർ ചൊല്ല നിലക്ക് രണ്ട് ഭാഗത്തിൽ നാണ് അള്ളാഹു കൊടുക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ് നോമ്പ് ചൊല്ല ഗിഫ്റ്റ്. അതൊരു ഇബാദത്താണ്. അങ്ങനെ നോമ്പ് പോലത്തെ ഇബാദത്തല്ലേ ഒരാൾ പൈച്ചാൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്? നോമ്പ് പോലത്തെ ഇബാദത്തല്ലേ തന്നെ കൊടുക്കുന്നത്? നോമ്പ് പോലത്തെ ഇബാദത്തല്ലേ ഇതുപോലെയുള്ള സദസ്സ് സംഘടിപ്പിച്ചിട്ട് ഇൽമുടെ മജ്‌ലിസ് സംഘടിപ്പിക്കുന്നത്? നോമ്പുടെ പോലത്തെ ഇബാദത്തല്ലേ റസൂലുള്ളാഹിയുടെ മദ്ഹ് ചൊല്ലത്? ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പാടുകവേനായിട്ട് മാത്രം മദീനത്തെ മിമ്പർ, മദീനത്തെ മണ്ണിൽ ഒരു മിമ്പർ സ്വഹാബത്ത് റെഡിയാക്കി വെച്ചിരുന്നാർ. ഹസ്സാൻ ഇബ്നു സാബിത്ത് വല്ലാത്ത മദ്ഹ് ഇങ്ങനെ പാടിയപ്പാ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹസ്സാൻ ഇബ്നു സാബിത്ത് കൊടുത്ത ദുആണ്, ഗിഫ്റ്റാണ്. അല്ലാഹുമ്മ അയ്യിദുഹു ബിറൂഹിൽ ഖുദുസ്. ഓ അല്ലാഹുവേ, ഈ ഹസ്സാന്റെ നീ ജിബ്രീൽ അലൈഹിസ്സലാമുടെ കൊണ്ട് നീ ശക്തിപ്പെടുത്തുന്നു. ഈ ഹദീസ് ഉദ്ധരിച്ചിട്ട് മഹാന്മാർ ചൊന്നാറ്, ഖിയാമം 4 തോല് പറകു പോണ്ട സകല മുഅ്മിനീങ്ങും ആരെല്ലാം റസൂലുള്ളാഹിയുടെ ഖിദ്മത്തെടുക്കിടാറ, ആരെല്ലാം നബിതങ്ങളെ മദ്ഹ് ചൊല്ലാറ, ആ മദ്ഹ് ചൊല്ലുടെ എല്ലാ സകല മുഅ്മിനീങ്ങും ജിബ്രീൽ അലൈഹിസ്സലാമുടെ കൊണ്ടുള്ളൊരു ശക്തി, ഒരു സഹായം എപ്പോഴും അവ ലഭിക്കൂ ചെന്നിട്ടു മഹാന്മാർ പടിപ്പാട്ടി തണ്ടത് കണ്ട് യൂസുഫുൻ നബ്ഹാനി റഹിമഹുല്ലാ ഇത് പ്രത്യേകം എടുത്ത് നമ്മ പടിപ്പാട്ടി തന്നുകൊണ്ടുണ്ട്. ഇത് ഞാൻ ആമുഖമായിട്ടാണ് ഈ വിഷയങ്ങൾ ചൊന്ന് റബിയുൽ അവ്വൽ 1500-ാമത്തെ വർഷത്ത് കണ്ണങ്ങ് കടന്നോണ്ടുള്ളേ. അള്ളാഹു നല്ല സുന്ദരമായ നിലക്ക് റസൂലുള്ള പൊരുത്തപ്പെട്ട നിലക്ക് ശരീഅത്തിലെ ബൗണ്ടറിങ് മീറാത്ത നിലക്ക് അള്ളാഹു പൊരുത്തപ്പെട്ട നിലക്ക് ഹബീബായ നബി തങ്ങൾക്ക് അടുക്കട നിലക്കാക്കിയിട്ടുള്ള നല്ലൊരു മീദാദിലെ മജ്‌ലിസായി അള്ളാഹു ഞങ്ങളെ ഇനിയുള്ള പ്രോഗ്രാമും ഇണ്ടത്തെ പ്രോഗ്രാമും കഴിഞ്ഞുപോയ പ്രോഗ്രാമും എല്ലാം സ്വീകരിച്ചു തരട്ട്. ഞങ്ങളെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു കബൂലാക്കട്ട്. മുഅ്മിനീങ്ങളെ, ആ നബി തങ്ങൾക്ക് മദ്ഹ് ചൊല്ലുന്നത് വല്ലാത്ത ഇഷ്ടമാണ്. മഹാനായ അബ്ബാസ് ഇബ്നു മിർദാസ് റളിയല്ലാഹു അൻഹു നബി തങ്ങളെ മദ്ഹാക്കിയപ്പോൾ നബി തങ്ങൾ അയാൾക്ക് കൊടുത്ത ഗിഫ്റ്റ് 1000 മൊട്ടയാണ്. മുഅ്മിനീങ്ങളെ, അങ്ങനെ തുടങ്ങി ധാരാളം മഹാന്മാർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചില ആൽമാർക്ക് ഷാലിങ്ങനെ പൊതപ്പാട്ടി കൊടുത്തത് ഹദീസിൽ കണ്ട്. ഇത് നബി തങ്ങൾ അംഗീകരിച്ചതും നബി തങ്ങൾ ഇഷ്ടപ്പെട്ടത് ചൊല്ലതിന് ഏറ്റവും വലിയ സൂചനയാണ്. അള്ളാഹു ആ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തട്ടെ. എന്തായാലും ഇണ്ടത്തെ വിഷയം ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുകരിക്കലോടുകൂടെ പടച്ച റബ്ബ് എത്തിപ്പെട്ട നല്ലൊരു ജീവിതം ഉണ്ടാക്കേണ്ടതാണ്. പ്രത്യേകിച്ചും ഞങ്ങളെ ഏറ്റവും വലിയ ജീവിതമായ യുവത്വത്തെ ജീവിതം, ബാലക്കാരുമാരെ ജീവിതം, അതൊന്നു അള്ളാഹുവും റസൂലുകും തിരിക്കിടെ പ്രയത്നം നടത്തരെ കാലമാണ് ഉണ്ട്. ഒരു കാലത്ത് ബാലക്കാരുമാർക്ക് പ്രത്യേകമായ ഉപദേശം ചൊല്ല അവസ്ഥമൊന്നുമില്ലെന്ന് അണ്ട് ഒരു ചെറിയ മുളിയിട്ട ഔത്തുലു സ്വന്തം അബ്ബയും ഉമ്മയും പരിശുദ്ധമായ ദീൻ്റെ ബാലപാഠങ്ങൾ പഠിച്ചിട്ട് ആ ഔത്തുൽ ബല്യവൻ്റെ മക്കളെ ബൽത്തിയോണ്ടിന്നാർ, തർബിയത്താക്കിയോണ്ടിന്നാർ. ഹലാലായ ചോറും ഹലാലായ പാനീയങ്ങം കൊടുത്തിട്ട് ബല്ഞ്ഞു വന്ന ആ മക്കങ്ങ അബ്ബടെയും ഉമ്മടെയും റൂട്ടിൽ നടന്നോണ്ടിന്നാർ. പണ്ട് കാലത്തുള്ള അവസ്ഥ അങ്ങനെയാണ്. പണ്ട് കാലത്ത് 4 ഗಂಟೆಗೆ ചിമിനി കത്താത്ത ലാമ്പ് കത്താത്ത അവങ്ങ ഇല്ലെന്ന് 4 ഗಂಟೆಗೆ ചിട്ട് അണ്ടത്തെ അബ്ബയും ഉമ്മയും തഹജ്ജുദ് നിസ്കരിച്ചുകൊണ്ടിരുന്ന കാലമാണ്. 6-7 ഗಂಟೆ ആകുമ്പോൾ ഔത്ര തുനിയും കലുകിയിട്ട് ഔത്ര നിലവും ഉറസിട്ട് എല്ലാ മക്കകുച്ചോ നാഷ്ടം റെഡിയായിട്ടിരുന്ന കാലമാണ്. ഔത്തുലൊരു മുസഹഫിന്നെങ്കിലും ആ ഒരു മുസഹഫ് ഔത്തുലുള്ള 11 മക്കം മോദിയോണ്ടിരുന്ന കാലമാണ്. മഗ്രിബായിത്തുണ്ട് കണ്ടെങ്കിൽ ഇശാത്തോല് കത്ര ചിമിൻ്റെ വിളക്കിൽ നഫീസത്ത് മാലയും മുഹയ്യിദ്ദീൻ മാലയും സൂറത്തുൽ മുൽക്കും സൂറത്തുൽ വാഖിയയും സൂറത്തു സജദയും ഓതിയോണ്ടിരുന്ന കാലമാണ്. ഹദ്ദാദ് ഓതാണ്ട ഒരു അവവും അണ്ട് ലൈറ്റ് ഓഫ് ആക്കാത്ത കാലമാണ്. വിത്ർ നിസ്കരിക്കാണ്ട ഒരു അവവും അണ്ട് ലൈറ്റ് ഓഫ് ആവലില്ല. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ ശരിക്കും സുന്നത്തുകളെ പാലിച്ച് നല്ല ടൈം കീപ്പാക്കി നടന്നുകൊണ്ടിരുന്നൊരു കാലമെന്ത് ആ കാലമെണ്ട് നഷ്ടപ്പെട്ട യുഗത്തിലാണ് ഞങ്ങൾ എല്ലാവരും ഉള്ളത്. അല്ലാഹു തആല ഞങ്ങളെ കാത്ത് സലാമത്താക്കട്ടെ. പണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തുകൂ ഞങ്ങളെ വാതാവരണവും പരിസരവും ഞങ്ങളെ കുടുംബവും ഞങ്ങളെ അബ്ബുമ്മവും പലതും സാഹചര്യം ഇണ്ടങ്ങനല്ല. ഇണ്ട് ശരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്ന് ആ കാലം വന്നുപോയി. കള്ള് അധികരിക്കട കാലം, വ്യഭിചാരം അധികരിക്കട കാലം. ഇവിടെയെല്ലാം മുഅ്മിനീങ്ങളെ ഞങ്ങളെ തടിടയും പിടിച്ച് നിപ്പാട്ടിയിട്ട് പടച്ച റബ്ബിടെ മുന്നിൽ എത്തിപ്പെട്ട ഏറ്റവും വലിയ സ്വരം, ഏറ്റവും വലിയ കർത്തവ്യം ഞങ്ങളെ ഈമാൻ ആരെയും മുന്നിൽ പണയം വെക്കാണ്ട് ഈമാൻ സലാമത്തായി മരിക്കുകൊള്ള തീവ്രമായ ശ്രമം നടത്താനായ കാലമാണ്.
അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഞങ്ങളെ ഈമാൻ സലാമത്താക്കി തരട്ടെ. മുഅ്മിനീങ്ങളെ, മഹാനായ ഇമാമുൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു മനുഷ്യന്മാരെ എണ്ണുമ്പോൾ 4 വിഭാഗമായിട്ടാണ് എണ്ണിടെ. ആ 4 വിഭാഗത്തിൽ 3 വിഭാഗവും നഷ്ടപ്പെട്ട ആൽമാരാണ്, സോത്തുപോയ ആൽമാരാണ്. അതിൽ ഒന്നാമത്തെ ആളാണ് അബ്ദുൽ ഹബാ, എല്ലാം തടി ചൊന്നതുപോലെ കേക്കട മനുഷ്യൻ. അബ്ദുൽ ഹബാ, അവന് യന്ത്രവണ് ബാരിക്കട, യന്ത്രവണ് നിരിക്കട, അതുപോലെ അവന് കായി കിട്ടണം. ഉറങ്ങുടെ ടൈമു അത് ജുമാഅത്തെ ടൈമായെങ്കിലും അവനക്ക് വിഷയമല്ല. ഉറങ്ങുടെ ടൈമു സുബഹിയുടെ പിന്നെയുള്ള ടൈമായെങ്കിലും അവനക്ക് വിഷയമല്ല. ഉറങ്ങുടെ ടൈം അസറിൽ പിന്നായെങ്കിലും വിഷയമല്ല. ഉറങ്ങുടെ ടൈം മഗ്രിബിൽ പിന്നായെങ്കിലും വിഷയമല്ല. അവിടെയെല്ലാം ആ മനുഷ്യൻ ചൊല്ല പലക്കൊണ്ട് മൈ ലൈഫ് ഈസ് മൈ ചോയ്സ്, നൻ്റെ ജീവിതം നൻ്റെ ആയ്ക്കയാണ്, നൻ്റെ സ്വാതന്ത്ര്യമാണ്. അതുകൊണ്ട് നാണ് എപ്പോൾ ഉറങ്ങണു, നാണ് എന്ത് തിന്നണു, നാണ് എന്ത് കുടിക്കണു, നാൻ ആരൊട്ടിಗೆ സഹവാസാക്കണു ചൊല്ലത് ആരും നക്ക് ചൊന്തണ്ട അഗത്യമില്ല. നാണും നൻ്റെ ലൈഫ് ചെന്നിട്ട് നടക്കടെ ലിബറലിസമുടെ കാലമാണ്. ആ കാലത്തെയാണ് ഇമാമുൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു പരിചയപ്പെടുത്തരെ. അബ്ദുൽ ഹബാ ഈ തടിയുടെയും ഇച്ഛങ്ങളെ ബാക്കിൽ നടക്കുന്ന ഒരു ടീം പറകൊണ്ടു. ആ ടീം യൗമുൽ ഖിയാമത്തിൽ അധികരിച്ചു പോവും. അല്ലാഹു ഞങ്ങളെ കാക്കട്ടെ. മിനിങ്ങളെ, ഈ അബ്ദുൽ ഹബാ തടിയുടെ ആഗ്രഹത്തുക്ക് ബഗ്ഗി കൊടുക്കുന്ന ആൽമാർ അങ്ങ് അബ്ബമ്മ ചൊല്ലതുപോലെ കേൾക്കുന്ന ആൽമാരല്ല. ഏത് തങ്ങവും ഏത് ഖ്വാജയും ഏത് ഉസ്താദും ഏത് ആലിമും ചൊന്നും കേൾക്കുന്ന ആൽമാരല്ല. അങ്ങളെ ജീവിതം പരിശുദ്ധമായ ഖുർആൻ ചൊന്തു അവൻ്റെ ഇലാഹായിട്ട് അവന് സ്വീകരിച്ചത് അവൻ്റെ സ്വന്തം തടിയുടെയാണ്. തടി എന്തിനെല്ലാം ചൊന്ത അതുപോലെ നടക്കുന്ന ആളാണ് അവൻ അബ്ദുൽ ഹബാ. മുഅ്മിനീങ്ങളെ, നാളെ ആഖിറത്തിൽ എത്തിപ്പെടുമ്പോൾ 120 സഫിൽ വെറും ഒരു 2 അല്ലെങ്കിൽ 3 സഫ് മാത്രമേ സ്വർഗത്തിൽ എത്തിപ്പെട്ടിട്ടാണ്. മഹാന്മാർ പടിപ്പാട്ടി തന്നാറ് 999 ടിക്കറ്റ് പറിച്ചിട്ട് വേണു സുബ്ഹാനല്ലാ ഒരാളെ സ്വർഗത്തുള്ള ടിക്കറ്റ് പരിക്കൂ. സുബ്ഹാന ജല്ല ജലാലുഹു. 1000-ൽ ഒരാളെ പോലെയാണ് നാളെ മനുഷ്യന്മാരെ കൂട്ടത്തിൽ സ്വർഗത്തുക്ക് പുഡ്ര ചെന്നിട്ടു മഹാന്മാർ പടിപ്പാട്ടി തണ്ടാർ. അല്ലാഹു തആല ഞങ്ങളുടെ സ്വർഗീയ ആൽമാരെ കൂട്ടത്തിൽ പെടുത്തിട്ട്. അപ്പോൾ ഈ വിജയിച്ച ആൽമാർ 6, സോത്ത് ആൽമാർ 6 ചൊല്ലതിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ ഫസ്റ്റ് പഠിക്കണായത് സോത്ത് ആൽമാരെ വകയാണ്. അതിൽ സോത്ത് ആൽമാരെ ലീസ്റ്റാണ് ഫസ്റ്റ് 3 ലീസ്റ്റ്. ഒന്ന് അബ്ദുൽ ഹബാ, ഇനൊന്ന് അബ്ദുൽ ദീനാർ, ഇനൊന്ന് അബ്ദുൽ സൗജ. ഈ വിജയിച്ച ടീമാണ് അബ്ദുല്ലാഹ്. ഇത് 4ാമത്തെ ടീമാണ്. മുഅ്മിനീങ്ങളെ, വിജയിച്ച ടീമിയുടെ ಬಗ್ಗೆ മുണ്ടൊന്നലു ഞങ്ങെല്ലാവരും പെട്ടിട്ടുള്ള ആദ്യത്തെ 3 ടീമിയുടെ ಬಗ್ಗೆ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് നല്ലതാണ്. അതിൽ 1ാമത്തെ ടീമാണ് അബ്ദുൽ ഹബാ. ഒരാൾ തടിയുടെ ആളായുടെ ചൊന്നിട്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കടേ? മുഅ്മിനീങ്ങളെ, ചിലപ്പോൾ ഉദൂൽ എന്തെങ്കിലും വിഷയബന്ധുണ്ട് കണ്ടെങ്കിൽ, നിസ്കാരത്തിൽ എന്തെങ്കിലും വിഷയബന്ധുണ്ട് കണ്ടെങ്കിൽ മസ്അല കേട്ട് നടക്കിട ഞങ്ങ പലപ്പോഴും ഞങ്ങളെ തടിയുടെ ಬಗ್ಗೆ ഒരു മസ്അല ഞങ്ങൾ കേട്ടിട്ടില്ല. ഇസ്തഫ്തി നഫ്സക്കുണ്ടാണ് മഹാന്മാർ അതിൻ്റെ ಬಗ್ಗೆ പ്രയോഗാക്കിടെ. ഞങ്ങൾ പലരെയും ഫോട്ടോ എടുത്തോണ്ടുള്ള അതേ ടൈമിൽ സ്വന്തം കൽബുടെ ഫോട്ടോ എടുക്കാണ്ട് എത്രമാ കാലമായി പോയിട്ട്. ആ കൽബുടൊന്ന് ഫോട്ടോ എടുത്തെങ്കിൽ നാണ് എങ്ങനെ ഉള്ള ചൊല്ല ശരിക്കുള്ള ചിത്രണം ഞങ്ങൾക്കുമുണ്ട്. ആ ചിത്രമാണ് ഇപ്പം ഞാൻ എടുക്കുക പോയോണ്ടുള്ള മുഅ്മിനീങ്ങളെ. പടച്ചറബ് ഞങ്ങളെ മജ്‌ലിസ് സ്വീകരിക്കട്ടെ. ഒരാൾ തടിയുടെ ആലായുടെ ചൊല്ലയ്ക്കുള്ളേ 4 അലാമത്താണ് മഹാന്മാർ പടിപാടി തണ്ട്. ഗസ്സാലി ഇമാമ ചൊല്ലു തടിയുടെ ആളായുടെ ചൊല്ലയ്ക്കുള്ളേ ഒരാളെ അടയാളം അവനക്ക് കുറേ മൃഗീയമായ സ്വഭാവം വയ്ക്കും. അതിലും ചില മഹാന്മാർ 4 മൃഗത്തെ സ്വഭാവമാണ് എന്നിടെ. അതിൽ ഒരു മൃഗമാണ് താവൂസ് ചൊല്ലെ പക്ഷി, ചൊന്നെങ്കിൽ നവിര് ചൊല്ലെ പക്ഷി. ഈ നവിര് ചൊല്ലെ സാധനം ഇതര ഗുണം ഒരാളിൽ ഉണ്ടുണ്ട് കണ്ടെങ്കിൽ അവന് മനസ്സിലാക്കിയെങ്കിലുമായി അവൻ തടിയുടെ ആളാണ്. ഇനൊന്നു കോഴിയുടെ ഗുണമാണ്. ഇനൊന്നു സുബ്ഹാനല്ലാ മേലിങ്ങനെ പാല് നടക്കടെ കാക്കയുടെ ഗുണമാണ്. ഇനൊന്ന് സുബ്ഹാനല്ലാ ഏറ്റവും ഹൈറ്റിൽ പാല് നടക്കടെ ഗിടുകത്ത് ഗുണമാണ്. ഈ 4 പക്ഷിയുടെ ഗുണം ഒരാളെ തടിൽ ഉണ്ട് കണ്ടെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചൊള്ളൂ ആ മനുഷ്യൻ അവിടെ അടിമയാണ്, അവൻ്റെ സ്വന്തം തടിയിച്ചയുടെ അടിമയാണ് അവൻ. ആ 1ാമത്തെ പക്ഷി താവൂസര ഗുണമെന്തരെ സുബ്ഹാനല്ലാ മഹാന്മാർ പടിപ്പാട്ടി തന്നാറ്. നവിലുകളുള്ള ഏറ്റവും വലിയ ദുർഗുണം എന്തിനുണ്ട് കേട്ടെങ്കിൽ അഹങ്കാരമാണ്, കിബിറാണ്. ഈ കിബിർ ഒരാളെ മനസ്സിൽ കടന്നു പോയിട്ടുണ്ട് കണ്ടെങ്കിൽ പിന്നെ അവൻ്റെ ആറുകും ശരിയാക്കുക സാധ്യമല്ല. അഹങ്കാരം ചൊല്ല സാധനം അങ്ങനെയാണ്. പണ്ട് ഇബ്ലീസ് എന്തുകൊണ്ട് സോത്തുപോയാണ്ട് കേട്ടെങ്കിൽ ഒരേ ഒരു കാരണമാണ് കിബിർ ചൊല്ല കാരണം.
അമ്പിയാക്കന്മാർ പലരും 1,24,000 അമ്പിയാക്കന്മാർ വന്നിട്ട് അങ്ങനെ ശത്രുക്കളെ എല്ലാ ലിസ്റ്റും എടുത്ത് നോക്കുമ്പോൾ ആ ലിസ്റ്റിലുള്ള എല്ലാ ശത്രുക്കളെ ഏറ്റവും വലിയ ഗുണം എന്തുണ്ട് കേട്ടെങ്കിൽ അഹങ്കാരവും അസൂയമല്ലാണ്ട് ಬೇರೆಯವರು കുതിർക്കണം അവൻ കാട്ടക്കു സാധ്യമല്ല. ബാക്കി എല്ലാ നല്ല ഗുണം കഴിഞ്ഞ് അവൻ ഇല്ലാത്തൊരു ഗുണമാണ് നല്ല തവാദുടെ ഗുണം അവൻ ഇല്ല. അഹങ്കാരത്തെ ഗുണം നടിച്ച് ആ ശത്രുക്കളായ ആൾമാർ വലിയ വലിയ അമ്പിയാടെ നേരിടുന്നുണ്ടാർ. അതുകൊണ്ടാണ് ആദം നബി അലൈഹിസ്സലാമുടെ ಬಗ್ಗೆ ഖുർആൻ പരിചയപ്പെടുത്തുമ്പോൾ ആദം നബി അലൈഹിസ്സലാം ഏറ്റവും വലിയ താഴ്ചപ്പാടുള്ള മണ്ണ് കൊണ്ട് പടക്കപ്പെട്ടേ ചെന്നിട്ട് പടിപ്പാട്ടി തൻ്റെ മണ്ണുകൊള്ള ഗുണമാണ് എപ്പോഴും അതൊക്കെ താഴ്ചപ്പാടിക്കും. ആ കിബിറ് ചൊല്ല സാധനം ഒരാളെ മനസ്സിൽ കടന്നെത്തേണ്ട കണ്ടെങ്കിൽ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പടിപാട്ടി തന്ന് മൻ കാന ഫീ ഖൽബിഹി മിസ്ആലു ദർറത്തി കിബർ, ഒരാളെ മനസ്സിൽ ഒരു അണുമണി കിബിർ മാത്തുണ്ടായിട്ടുണ്ട് കണ്ടെങ്കിൽ ലാ യദ്ഖുലുൽ ജന്ന, ആ മനുഷ്യൻ സ്വർഗത്ത് കടക്കല, സ്വർഗത്തുക്ക് പ്രവേശമില്ല. കിബിറ് ചൊല്ലൊരു സാധനം ഒരാളെ മനസ്സിലുണ്ടായിട്ടുണ്ട് കണ്ടെങ്കിൽ പിന്നെ അത് മുഖേനം സംഭവിക്കുന്നത് എന്തിനാണ് മുഅ്മിനീങ്ങളെ? അത് മുഖേനം അവൻ്റെ ജീവിതത്തിൽ നടക്കുന്നത് മഅസിയത്താണ്, ചൊന്നത് കേൾക്കാണ്ടിക്കിടതാണ്, പിന്നെ ഏത് തപ്പുകും മടിക്കാണ്ടിക്കിടതാണ്. ഈ കിബിറ് ഞങ്ങളൊട്ടിക്ക് ഉണ്ടാ ഇല്ലേ ചൊല്ലതൊരു അടയാളമായ ഗസാലി ഇമാം 4 അടയാളം എണ്ണിത്തതിൽ 1ാമത്തെ അടയാളമാണ് അവൻ്റെ ഭാഗത്തിലൊരു തപ്പ് നടക്കുമ്പോൾ ആരെങ്കിലും വന്നിട്ട് മുട്ടമ്പിൽ ഉപദേശം കൊടുത്താണ്ട് കണ്ടെങ്കിൽ പിന്നെ ആ തപ്പവന് ആവർത്തിക്കല, അപ്പാക്കിയോണ്ടുള്ള തപ്പവന് നിപ്പാട്ടുവാ. മോനെ നിന്റെ ഈ മുടി വെക്കടത് ശരിയല്ലാണ്ട് ചൊന്നു കൊടുക്കുമ്പോ പിന്നെ ആ മുഅ്മിനായ മനുഷ്യനാണോ, കിബിരില്ലാത്ത ആളാണോ? ആ മുഅ്മിനായ മനുഷ്യാണ്ട് കണ്ടെങ്കിൽ, കിബിരില്ലാത്ത മനുഷ്യാണ്ട് കണ്ടെങ്കിൽ പിന്നെ ആ ചെറുക്ക അതുപോലെ മുടിവെക്കു കുറടിയല്ല. നാണ് ഈ സ്റ്റേജിൽ വെച്ചിട്ടൊരു ഖുർആനായത്ത് ഓതുമ്പോ നണ്ട ഭാഗത്തിലൊരു തപ്പ് വന്നു പോയിട്ട് അപ്പ സദസ്സിലുള്ള ഒരു ചെറിയ മോൻ എഞ്ചിനുണ്ട് ചന്തുട്ടു ഉസ്താദേ, നിങ്ങ ഓതിയ ആയത്ത് അതുപോലെയല്ല, അത് കേക്കട പോലത്തൊരു സൗമ്യ ഗുണം നക്കുണ്ടാ, അത് തീർത്തര ഗുണം നക്കുണ്ടാ എങ്കിൽ നാണ് കിബിരില്ലാത്ത ആളാണ്. ഒരു വേള നക്കത് തിരുത്തുകൊള്ള ഗുണമില്ലേ? നീ ആരാണ് കേക്കുക ചൊല്ല സ്വഭാവം നക്കുണ്ടാ, ആ കേട്ട ഉണ്ട ഇൻസൾട്ടാക്കട സ്വഭാവം നക്കുണ്ടാ എങ്കിൽ നണ്ട പോലെ കിബിറനായ ഒരു മനുഷ്യൻ മറ്റൊരാളില്ല. കിബിറ് വല്ലാത്ത സംഗതിയാണ് മുഅ്മിനീങ്ങളെ. കഴിഞ്ഞുപോയ സകല മുസീബത്തിനെയും 1ാം നമ്പർ കാരണം കിബിറാൻ. ആ കിബിറുടെ 1ാമത്തെ അടയാളമാണ് ഒരാളെ ഭാഗത്തിൽ തപ്പുങ്ങ ചൊന്നു കൊടുക്കുമ്പോ ആ തപ്പു ചൊന്നു കൊടുത്തതിന് തിരുത്തുക അയാൾ റെഡിയുണ്ടാ എങ്കിൽ അയാൾ കിബിറില്ലാത്ത മനുഷ്യനാണ്. ഒരക്ഷരം തപ്പിയൊന്നപ്പാ, അതേ നടക്കുമ്പോ തപ്പി നടന്നപ്പാ, ആക്കുമ്പോ തപ്പിയാക്കിയപ്പാ, നോക്കുമ്പോ തപ്പ് നോക്കിയപ്പാ, ഒന്ന് തിരുത്തല്ല ഉണ്ട ഒന്നൊരു നടത്തുമ്പോ അതനുസരിക്കട ബോധവും മനസ്സും ആ മനുഷ്യൻ കാട്ടാണ് എങ്കിൽ അവന് വിജയിച്ചു പോയാ. ആ കൂട്ടത്തിൽ പെടുത്തിട്ട് ഇണ്ട് ലോകത്ത് വന്ന ഏറ്റവും വലിയ ദുരന്തരം എന്തിന് മുഅ്മിനീങ്ങളെ? സൗകര്യങ്ങളെ കുറവല്ല, പള്ളികളെ കുറവല്ല, മദ്രസങ്ങളെ കുറവല്ല, ഇണ്ട് നമുക്ക് വന്ന ഏറ്റവും വലിയ ദാരിദ്ര്യം. ഞങ്ങളെ തപ്പുങ്ങ പലരും ചൊല്ലുമ്പോ തിരുത്തുകൊള്ള മനസ്സ് കാട്ടാണ്ടിക്കിടതാണ്, അതിനെതിരെ പ്രതിഷേധിക്കിടതാണ്. ഞങ്ങളെ ചെറിയ ചെറിയ മക്കങ്ങ വയസ്സുക വന്ന് പെണ്ണും ആണും സുബ്ഹാനല്ലാ, നീന അവളുടെ സ്നേഹിക്കണ്ട, നീന അവളുടെ സ്നേഹിക്കണ്ട. പെണ്ണിട്ടം ആണിട്ടം പ്രേമവുമായി ബന്ധപ്പെട്ട ഹറാമായ വിഷയങ്ങൾ ചെന്നു കൊടുക്കുമ്പോ ആണായ അവണ് കേക്ക് കുറടിയല്ല, പെണ്ണായ അവണ് കേക്ക് കുറടിയല്ല
എന്തേ ഖുർആൻ പഠിക്കാത്ത കാരണമാ? എന്തേ മദ്രസത്തുക്ക് പോകാത്ത കാരണമാ? അല്ല, പെണ്ണുടെയും ആണ്ടയും മനസ്സിൽ അഹങ്കാരം വന്നു പോയിട്ട്, ഓ മുഅ്മിനീങ്ങളെ, ഈ അഹങ്കാരത്തെ ഒരു അണുവെങ്കാൽ കൽബിലുണ്ടായിരിക്കെ നരകത്തിൽ, അതേ സ്വർഗത്തിൽ പ്രവേശം സാധ്യമല്ല. രണ്ടാമത്തെ ആലാമത്തായി ഗസാലി ഇമാം പടിപാടി തന്നത്, നിക്ക് അഹങ്കാരമുണ്ടേ ഉണ്ടായില്ലേ, ചൊല്ലതിന് അടയാളമായി പടിപാടി തന്നത്, ആ മനുഷ്യരൊട്ടിಗೆ ഔത്തുലു സ്വറാക്കുന്നുണ്ട് ചൊന്നെങ്കിൽ അവന് സ്വറാക്കു റെഡിയല്ല. ഔത്ര സ്വറത്ത് അവന് കിട്ടലില്ല. അവൻ്റെ വായിൽ നാണ് ഔത്തുകു സ്വറാക്കുള്ള ആളാണ്ടാണ് അവൻ്റെ ക്വശൻ. നാണ് ടോയ്ലറ്റ് ക്ലീൻ ആക്കുള്ള ആളാ, നാണ് ബലെടുക്കുള്ള ആളാ, നന്റെ ഔത്ത് തോത്തുകുള്ള ആളാ, നാണ് എത്ര വലിയ ആളാണ്, നന്റെ നൈപുണ്യ ಗೊಂತಿಲ್ಲೇ, നന്റെ വിദ്യാഭ്യാസ ಗೊಂತಿಲ್ಲೇ, നന്റെതൊന്നും ಗೊಂತಿല്ലാത്തതുപോലെ നണ്ടൊട്ടിಗೆ നിങ്ങൾ അടിക്കുക ചൊല്ലമ, തോത്തുക ചൊല്ലമ, ബലെടുക്കുക ചൊല്ലമ. ഓ മുഅ്മിനേ, ലോകത്തിലുള്ള സകല ക്വാളിഫിക്കേഷനും ഉള്ള നേതാവല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഔത്തുക വന്നെങ്കിലൊന്ന് കേട്ടു നോക്കൂ. ആയിഷ ബീവിട്ട ആയിഷ ബീവി ചൊല്ല ഉത്തരമുണ്ടോ? നബിതങ്ങൾ ഔത്തുക വന്നെങ്കിൽ ആക്കട സ്വരമെന്തരെ? ആടുടെ പാല് കറക്കലാണ്, അവ ഒന്ന് അടിക്കലാണ്, സ്വന്തം പറഞ്ഞു പോയ ചെറുപ്പമൊന്ന് തുന്നലാണ്, പെഞ്ഞായി മാറുകൊള്ളെ കിച്ചനുമായി ബന്ധപ്പെട്ട് ഖിദ്മത്തെടുക്കലാണ്. ലോകത്ത് ഏറ്റവും ബിസിയുള്ള നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിടാണ്ടി അപരമൊരു ഫിസിക്സ് ഉണ്ടാ, ആ നബിടാണ്ടി അപരമൊരു കെമിസ്ട്രി ഉണ്ടാ, ആ നബിടാണ്ടി അപരമൊരു മാത്തമാറ്റിക്സ് ഉണ്ടാ, ആ നബിടാണ്ടി അപരമൊരു ലോജിക് ഉണ്ടാ, ആ നബിടാണ്ടി അപരമൊരു ആസ്ട്രോണോമി ഉണ്ടാ, ആ നബിടാണ്ടി അപരമൊരു വക്കീല വൃത്തിയുണ്ടാ. ലോകത്ത് സകല വിജ്ഞാനവും നിറഞ്ഞു കിടക്കുന്ന നേതാവല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഔത്തുക വന്നെങ്കിലുള്ള ജീവിതം വല്ലാത്ത ജീവിതമാണ്. റസൂലുള്ളാഹിയുടെ ഗുണമാണ് മുഅ്മിനീങ്ങളെ. പിന്നെ ഗസാലി മൂന്നാമത്തെ കാര്യമായി എണ്ണിയത്, അതെ, ഈ മനുഷ്യരൊട്ടിಗೆ മാർക്കറ്റിക്ക് പോയി ഔത്തുകൊരു മീന് കൊമ്പലാ ചൊന്നെങ്കിൽ, തറക്കാരി കൊമ്പലാ ചൊന്നെങ്കിൽ അവനതേ നിരാകരിക്കടാ, റിജക്റ്റാക്കടാ. ಅಂಗಡಿയുടെ സാമാന് കൊമ്പറകു. ഈ ചെറുപ്പക്കാരൻ, ഈ ബാലക്കാർ റെഡിയല്ല. ചൊന്നപ്പമേണ് ചൊല്ലെ, നാണ് മത്തി കൊമണ്ടമാ കറുത്ത തൊട്ടല്, നാണ് ഇറച്ചി കൊമണ്ടമ എന്തൊരു പേർച്ചിടാറ് നിങ്ങ വേണമെങ്കിൽ നിങ്ങാക്കൊരു സുബ്ഹാനല്ലാഹ്. മുഅ്മിനീങ്ങളെ, കിബറുണ്ട് ചെന്നിട്ട് തേടി പോകും. നിങ്ങൾ ലാബറട്ടറിക്ക് പോകുന്നുണ്ടെന്തുമില്ല. ഇങ്ങനത്തെ പലക്കങ്ങം, ഇങ്ങനത്തെ ഭാവനങ്ങമായി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാർക്കറ്റിക്ക് പോയി സ്വന്തം സാധനങ്ങൾ ചുമന്നുകൊണ്ടിരുന്ന നേതാവാണ് മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. എത്ര വലിയ നേതാവാണ്. ഔത്തുക സാധനങ്ങൾ പുറത്തോണ്ട് വരുമ്പോ തെരുളുള്ള ആൽമാർക്ക് കൊന്തായി പോയിട്ട് ഇത് വല്ലാത്ത മഹാനാണ്. അഹ്മദ് ബിൻ ഹംബലാണ്. ഇയാളുടെ ഒട്ടിಗೆ സാമാൻ പുറപ്പാട്ടത് ശരിയല്ല. അങ്ങനെ മാർക്കറ്റിലുള്ള അങ്കടിയുടെ പല ഓർഡർമാരും ഇറങ്ങിയിട്ട് വന്നിട്ട് അഹ്മദ് ബിൻ ഹംബളുടെ മുന്നിൽ നിന്നിട്ട് കേട്ടാറ്, ഓ അഹ്മദേ, നിങ്ങളെ തലയുടെ മേലുള്ള സാമാനൊന്നു ഞങ്ങൾക്ക് തരമാ, അത് നിങ്ങൾ ഔത്തുക ഞങ്ങ എത്തുപാട്ടാ. അഹ്മദ് ബിൻ ഹംബളുടെ മുന്നിൽ ഈ പലക വന്നപ്പാ ആ മഹാന്റെ തടിയുടെ കലറൊന്നു ചേഞ്ചായി പോയിട്ട് വെളുത്ത വെളുത്ത മനുഷ്യൻ ചോപ്പായി പോയിട്ട്. എന്നിട്ടാണ് ആ മഹാൻ മനുഷ്യന്മാരെ മുഖം നോക്കിയിട്ട് ചൊല്ലെ, സുബ്ഹാനല്ലാഹ്, നണ്ട പോലത്തെ പടച്ച റബ്ബുടെ അടിമ
ഈ അടിമയുടെ രഹസ്യമാത്ത് നിങ്ങൾ കൊന്തിന്ത് കണ്ടെങ്കിൽ നിങ്ങൾ നന്റെ അടിച്ചു ഓടുപാട്ടല്ലെന്താ നന്റെ ബാഹ്യം നോക്കിയിട്ട് ആദരിക്കിട നിങ്ങൾ എന്തൊരു ആൾമാരാണ്. ആ മഹാന്മാരായ അഹ്മദ് ബിൻ ഹംബൽ പോലത്തെ മഹാന്മാർ സകല മഹാന്മാരും ഞങ്ങളുടെ ജീവിതത്തെ നയിപ്പുട സാധനങ്ങ ഔത്തുകൊള്ള സറഞ്ചാവുക സാധനങ്ങ സ്വന്തം കൈകൊണ്ട് ചുമന്നു പോയ മഹാന്മാരാൻ. ഇത് ഞങ്ങളെ ബാലക്കാർ മക്കൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടുണ്ട് മുഅ്മിനീങ്ങളെ. ഇതെല്ലാം മൈ ലൈഫ് ഈസ് മൈ ചോയ്സ് ചൊല്ലതിന്റെ ഭാഗമാണ്, ലിബറലിസമിന്റെ ഭാഗമാണ്. സുബ്ഹാനല്ലാഹ്, എന്തൊക്കെ ചൊല്ലണു. സ്വന്തം ശാലല് ഒരു പ്രോഗ്രസ് കാരുടെ ഉള്ളിൽ സൈൻ ഇടുകയായിട്ട് പേരൻസിനെ വിളിച്ച ഭാഷന്നെങ്കിൽ സ്വന്തം ബാപ്പയുടെ താടിയുടെ മുടി മാത്ത് ബെൽത്തിട്ടിന്നെങ്കിൽ പിന്നെ ആ ബാപ്പയുടെ ആ ഭാഗത്ത് കടക്കുകയുമോനു പുടല. ബാപ്പയുടെ സ്ഥാനത്തിൽ ഇനൊരു ബാപ്പ സെറ്റിംഗ് ആണ്, ഉമ്മയുടെ സ്ഥാനത്തിൽ ഇനൊരു ഉമ്മ സെറ്റിംഗ് ആണ്. എന്തേ ചങ്ങായി മാറമൊന്നൊരു നന്റെ ബാപ്പ കിളവ ചെന്നിട്ട് കൊന്താവാണ്ടിക്കുക. ഞങ്ങളുടെ മനസ്സ് അത്ര മാത്രം മതപതിച്ചു പോയിട്ട് ചിലപ്പോ ചെറിയ കാര്യമല്ലേ ചെന്ന് ബാരിക്കട പലരുമിക്കുവാറ്. മുഅ്മിനീങ്ങളെ കിബ്റുടെ അടയാളമായ ഗസാലി ഇമാം പടിപാട്ടി തണ്ടതാണ്. നാലാമത്തെ അടയാളമായി മഹാൻ പടിപാട്ടി തണ്ട്. നിന്റെ മനസ്സിൽ കിബ്റുണ്ട് ചൊല്ലതൊരു അടയാളം. മുഅ്മിനീങ്ങളെ ശ്രദ്ധിക്കണു. അതേ ലാ യഹ്ദുറു ദഅവത്തിൽ ഫഖീർ, ദരിദ്രനായ ഒരു മനുഷ്യൻ വന്നിട്ട്, പാവപ്പെട്ടൊരു മനുഷ്യൻ വന്നിട്ട് നണ്ടൗത്തൊരു മൗലിദുണ്ട് ഹാജാരെ നിങ്ങ ഒന്നൊരു കളിയ വന്നു പോന്നു ചെന്ന് വിളിക്കുമ്പോ ഹാജാറ് ഔണ്ടൗത്തുക്ക് പോവല. പാവത്തൗണ്ട മങ്ങിൽത്ത് കേട്ടുണ്ടാവല. പാവത്തൗണ്ട ഔത്ര മൗലിദിക്ക് മൊയിലാറില്ല. എന്തേ കാരണ ഔണ്ടൗത്തുല് വലിയൊരു ഗമ്മത്ത് കിട്ടല. ഔണ്ടൗത്തുല് പോയെങ്കിൽ തെക്കുള്ള സൗകര്യം കിട്ടല. ഔണ്ടൗത്തുക്ക് പോയെങ്കിൽ നന്റെ പ്രസ്റ്റീജ് കുറഞ്ഞു പോവൂ, നന്റെ ബല കുറഞ്ഞു പോവൂ ചൊല്ല പേടിയാണ്. പാവത്തവന് വന്ന് വിളിക്കുമ്പോ, ഫക്കീറായ മനുഷ്യൻ വന്ന് വിളിക്കുമ്പോ അവന്റെ ദുആ വിളിക്ക് ഉത്തരം കൊടുക്കാണ്ടിക്കട മനസ്സുണ്ടാ എങ്കിൽ മനസ്സിൽ ഒരു കിബറുണ്ട് ചൊല്ലതൊരു അടയാളമാണത്. അവിടെയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അക്രമുർ റസൂലല്ലേ, ആദമുർ റസൂലല്ലേ, ലോകം കണ്ട ഏറ്റവും വലിയ നേതാവല്ലേ. എത്ര വലിയ ദരിദ്രൻ വന്ന് വിളിച്ചെങ്കിലും ഔണ്ടൗത്ത് ഇജാബത്ത് കൊടുക്കൂ. ഏത് പാപത്തോന് വന്നെങ്കിലും ഇജാബത്ത് കൊടുക്കൂ. അവിടെ പോണ്ടത് മാത്രമല്ല, ആ പോയിട്ട് അവിടെ പെരുമാറ ശൈലിയുണ്ട്, നബിതങ്ങളെ ശൈലിയാണത്. സുബ്ഹാനല്ലാഹ്, ആ പോയ ഔത്തുക പോയിട്ട് ആ ബായിലിങ്ങനെ മുട്ടുമ്പോ പാപത്തോന് ചൊല്ല കണക്കില്ല, പൈസക്കാറ് ചൊല്ല കണക്കില്ല. ബായിലൊന്ന് തട്ടുമ്പോ നബിതങ്ങൾ ചിലപ്പോ ഉകുറു കൊണ്ടാണ് തട്ടല്, ചിലപ്പോ ബെരള് കൊണ്ടാണ് തട്ടല്. ഒരുക്ക തട്ടിയെങ്കിൽ പിന്നെ 5 മിനിറ്റ് തട്ടലില്ല. ആ തട്ടിയിട്ട് നബിതങ്ങൾ നിക്കണത് അതേ ആ ഔത്തുക മുതയിട്ടിട്ടാണ്. ആ ഔത്തുര ബൽത്ത ഭാഗത്തിലാ അല്ലെങ്കിൽ ഇടത്ത ഭാഗത്തിലാണ്. എന്ത് കാണും മുഅ്മിനീങ്ങളെ, പാവപ്പെട്ട ഉണ്ട് ഔത്തുര ഉൽഗം എന്നൊക്കെ കണ്ടിരണ്ടാ. പാവപ്പെട്ട ഉണ്ട് ഔത്തുര ഉൽഗം കണ്ടുപോയെങ്കിൽ ചിലപ്പോ അവിടെ ഉൽഗിക്കണത് അന്യ പെണ്ണായിട്ടിക്കൂ. നാണ് എതിരിങ്ങനെ നിന്റെ കൊടുത്തെങ്കിലാ നണ്ട കൊണ്ട് പല വിഷമങ്ങം ആ പെണ്ണുങ്ങ കൊണ്ടാവും, നണ്ട കൊണ്ട് പല വിഷമങ്ങം ആ ഔത്തുര യജമാന കൊണ്ടാവും. നബിതങ്ങളെ റൂൾസാണത് മുഅ്മിനീങ്ങളെ. സ്വഹാബത്തും പാലിച്ചോണ്ടിരുന്ന റൂൾസ് ആണ്. ഒരൗത്തുകും പെർമിഷൻ ഇല്ലാണ്ട് അധികാരം ഉപയോഗിച്ച് കടന്ന നേതാവല്ല മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഔത്തുര യജമാനത്തിയ പെർമിഷൻ കൊടുത്തെങ്കിൽ മാത്രമേ ബൽത്തക്കാര് വെച്ച് ബിസ്മില്ല ചെന്ന് ഉൽഗം കടക്കൂ, സലാമു ചൊല്ലൂ. എന്നിട്ട് തെച്ചിട്ട് കൂടെയുള്ള ആൽമാരെയും നെൽത്തിൽ ദൈപ്പാട്ടു. നെൽത്തിൽ ദൈക്കടത് നബിതങ്ങളെ സുന്നത്താണ്. ദെക്കുമ്പോ പട്ടം ദെക്കലല്ല, തിന്നുകുരടിയായി ദെക്കലല്ല,
തിന്നിടതായത്രയും കൊരടിയാക്കുക പേനായിട്ട് മുട്ടുടെ മേലെ മുട്ടും വെച്ചിട്ട്, അല്ലെങ്കിൽ ബലത്തക്കാലിങ്ങനെ നീട്ടി വെച്ചിട്ട് ഇടത്ത കാലിങ്ങനെ നിലത്ത് ചാത്തി വെച്ചിട്ട് അതേ മതിലുകൊന്നും ചായാട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഒന്നൊരു കൊമന്ന് വെച്ച് ആ ചോറും കരിയും തിന്നുക നിൽക്കൂ. പലപ്പോഴും ഉണക്ക് റൊട്ടി കൊമന്ന് വെക്കുവാറ്. ചിലപ്പോ പാവപ്പെട്ട ആൽമാരായത് കൊണ്ട് പാതി റൊട്ടിയാണിക്കിടെ ആ റൊട്ടിയുടെയും സിർക്കത്തുക മുക്കിയിട്ട് തിണ്ടിയിട്ട് നബിതങ്ങൾ അൽഹംദുലില്ലാഹില്ലദി അത്അമനാ വസഖാനാ വജഅലനാ മുസ്ലിമീൻ ചെന്നിട്ട് പടച്ച റബ്ബുക ഹംദും ചെന്നിട്ടു മുഅ്മിനീങ്ങളെ ആ തിന്നിടമൊന്നൊരു രണ്ട് കൈയും കൽകു. കാരണം അൽ ഉളൂ ഖബ്ല ത്വാമി വബഅദ ത്വാമി ബറകാ പടിപാടി തന്നത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെയുള്ള ഉളൂകർത്ഥം രണ്ട് കൈ മുങ്കൈ കൽകിടതാണ്. ഭക്ഷണത്തെ മുന്നൊരു ആഹാരത്തെ മുന്നൊരു രണ്ട് കൈ കൽകിടതില്ലേ, പിന്നെയും രണ്ട് കൈ കൽകിടതില്ലേ സുന്നത്താണ്. ആ സുന്നത്തിലൂടെ ഔത്തു കിട്ടതെന്തരയാണ്? ഔത്തുൽ പിന്നെ ആഹാരത്തുക്ക് ദാരിദ്ര്യമില്ല, വജിനത്തുക്ക് ദാരിദ്ര്യമില്ല. അൽ ഉളൂ ഖബ്ല ത്വാമി വബഅദ ത്വാമി ബറകാ. ചോറിനുടെ മുന്നലും പിന്നെയും രണ്ട് കൈ കൽകിടത് ബറക്കത്ത് എന്നിട്ട് പടിപ്പാട്ട് തന്ന നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ഇത് പാലിക്കട ഓരോ അവങ്ങം ഔത്തുല് ചോറ് ദാരിദ്ര്യം പറയലാണ്ട. പണ്ട് കാലത്ത് കഷ്ടപ്പാടുക ധാരാളം ഇന്നെങ്കിലും ബൈത്തിക്കില്ലാത്ത കാലമില്ലെന്ന്. അതിരെ ബറക്കത്താണ് ഇണ്ട് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടുള്ളേ. ഇണ്ട് അർജന്റിൽ പോയി തിന്നിടമേ ചിലപ്പോൾ കയ്യിൽ തല ഉറുത്തിയ എണ്ണയിക്കും, മുഖ ഉറുത്തിയ ധൂളുങ്ങയിക്കും, ചിലപ്പോൾ പല്ലുക കയറ്റിട്ടുണ്ടെങ്കിൽ ഔഡർ എച്ചിലുങ്ങയിക്കും. എവിടെയെങ്കിലും നാണുമാത്ത് കൈകൽകു പോയെങ്കിൽ ടിക്കത്ത് പീസ് മിസ്സാവാ ചെന്നിട്ടു എത്രയും വേഗം പോയിട്ട് അവിടെ തെക്കിടതാണ്. എന്നിട്ട് അവിടെ കുടുക്ക വെച്ച തന്നിലാണ് കൈകൽകിടെ. സുബ്ഹാന റബ്ബി. ഈ രണ്ട് ടൈം ഇവിടെ കൈകൽകൾ ആ ഉത്തര ഭക്ഷണത്തിൽ ആഹാരത്തിൽ വലിയ ബറക്കത്തുണ്ടാക്കും മുഅ്മിനീങ്ങളെ. എന്നിട്ട് എല്ലാം ഉണ്ടിൽ പിന്നെ ഹംദ് ചൊന്നൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഉത്തരങ്ങുബേനായി പ്രത്യേകം ദുആ നടത്തു. അവിടെ പാവത്തോന് ചൊല്ല കണക്കില്ല, പൈസക്കാർ ചൊല്ല കണക്കില്ല, പ്രത്യേകം ദുആ നടത്തു. ആ ദുആത്തുക ബേനായി മാത്രം എത്രമാ ഫക്കീറന്മാർ നബി തങ്ങൾ ദഅവത്താക്കിയോണ്ടിന്നാറ്. ചൊന്നോണ്ട് വന്ന വിഷയം ഏത് ആള് വിളിച്ചെങ്കിലും ആ ദഅവത്ത് ഇജാബത്ത് കൊടുക്കരുത്. ഒരു മനുഷ്യക്ക് കിബിറില്ല ചൊല്ലതിര ലക്ഷണമാണ്. ഞങ്ങളെ ബാലക്കാരുമാര് ഏറ്റവും ഇവിടെ സംഭവിച്ചത് കിബിറാണ്, മുഅ്മിനീങ്ങളെ അഹങ്കാരമാണ്. ഒന്നാ ചൊന്നത് തീർത്തല, അല്ലെങ്കിൽ സ്വന്തം ഔത്ര സ്വറാക്കുക മക്കം കിട്ടല, അല്ലെങ്കിൽ സ്വന്തം ഔത്തുകു സാധനം കൊമ്പറുക മക്കം കിട്ടല. നാലാമത്തെ കാര്യം കൊരടിയാണെങ്കിലും നാ ചെന്നുകൊണ്ടുള്ളേ. നാലാമത്തെ കാര്യം ആ മക്ക ഈ ദുനിയാവിടെ വൈഭവങ്ങം മോഹങ്ങം കണ്ടിട്ട് പാപത്തങ്ങളെ വിളിക്കുത്തരം കൊടുക്കല. അല്ലാഹു തആല ആ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്താണ്ടിക്കട്ടെ. കിബറാണ് ഏറ്റവും വലിയ പ്രശ്നം മുഅ്മിനീങ്ങളെ, അവഗടം പിടിച്ച പ്രശ്നമാണ്. അതേ രണ്ടാമത്തെ ഗുണമായി അതേ മഹാനായ ഇമാമുൽ ഗസാലി റളിയല്ലാഹു അൻഹു ചൊല്ലു, ഒരാള് തടിയുടെ ആള് തടിച്ചുന്നത് പോലെ കേക്കിട ആള് ചൊല്ലുതിര ഒന്നാമത്തെ ഗുണം കിബറാണ്. രണ്ടാമത്തെ ഗുണം കോളിയുടെ ഗുണമാണ് ഗബറു, വല്ലാത്ത ലൈംഗികദാഹമാണ്. സുബ്ഹാനല്ലാഹ്. നബിതങ്ങൾ ആ നുബുവത്തരമായി കൊണ്ട് ചൊന്നതല്ലേ. 1500 വർഷത്തെ മുന്നലു മദീനത്തെ മണ്ണിൽ നബിതങ്ങൾ പറന്നിൽ പിന്നെ നുബുവത്തര ദൗത്യം നിർവഹിച്ചിൽ പിന്നെ 23 വർഷത്തെ ഇടയിൽ ആ സിനാ ചൊല്ല സാധനം മദീനത്തെ മണ്ണിൽ ഗടിപാറാക്കിയില്ലേ, മക്കത്തെ മണ്ണിൽ ഗടിപാറ് നടന്നില്ലേ, യമന്റെ മണ്ണിൽ ഗടിപാറ് നടന്നില്ലേ. അന്യ പെണ്ണിടെ തലവൈത്തി നോക്കാത്ത കാലമാണ് മദീനത്തെ നബിതങ്ങളെ കാലം, മക്കത്തെ നബിതങ്ങളെ കാലം. ആ കാലത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലാമത്തുസ്സആ ഖിയാമന്നാളുടെ അടയാളങ്ങൾ സ്വഹാബത്തരമൊന്നൊരു സ്വന്തം കണ്ണിടമൊന്നൊരു കണ്ടതുപോലെ ചൊന്നു കൊടുക്കുമ്പോൾ ചൊന്ന ഒരു വിഷയമാണ് യക്സുറുസിന, വ്യഭിചാരം അധികരിക്കൂ, ലൈംഗികത അധികരിക്കൂ.
കൈകൊണ്ടുള്ള വ്യഭിചാരങ്ങ, കണ്ണുകൊണ്ടുള്ള വ്യഭിചാരങ്ങ, മനസ്സുകൊണ്ടുള്ള വ്യഭിചാരങ്ങ, കാതുകൊണ്ടുള്ള വ്യഭിചാരങ്ങ, നാവ് കൊണ്ടുള്ള വ്യഭിചാരങ്ങ, അവസാനം ഹക്കീക്കത്തായ സ്വന്തം പ്രൈവേറ്റ് ജാഗങ്ങളെ കൊണ്ടുള്ള വ്യഭിചാരങ്ങ. നടന്ന് 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 അവസാന കാലാവും വ്യഭിചാര സന്തതിങ്ങയാറായി പോവൂ. പടച്ചറബ് നിങ്ങളെ കാക്കട്ടെ. ഓ മുഅ്മിനീങ്ങളെ, സകല വ്യഭിചാരത്തെയും മൂല കാരണം എന്തിരേ? റസൂലുള്ള പടിപാടി തന്നിട്ട് മാമിന്റെ ചെറിയ ഹദീസ് എന്തുമല്ല, റസൂലുള്ളാടെ പ്രത്യൊരു പലക്കവും മുത്തുരത്നമാണ്. വ്യഭിചാരത്തെ ಬಗ್ಗೆ നബിതങ്ങൾ അതിൽ ആദ്യത്തെ പോയിന്റ് പടിപാടി തന്നത് നദറാണ്, നോട്ടമാണ്. ആ നോട്ടം ഒരാളെ കണ്ണുകൊണ്ട് ഉണ്ടായിത്തീണ്ട് കണ്ടെങ്കിൽ സഹമുൻ മസ്മൂം, അത് ബസത്തുക മുക്കിയ ബാണത്തെ പോലെയാണ്. ബസത്തുക മുക്കിയ തലവാറും പിടിച്ചിട്ട്, ബസത്തുക മുക്കിയ കത്തിയും പിടിച്ചിട്ട്, ബസത്തുക മുക്കിയ ബാണവും പിടിച്ചിട്ട് ഒരു മനുഷ്യയുടെ മുതുക്ക തലക്ക പയറുക കുത്തിയേണ്ട് കണ്ടെങ്കിൽ പിന്നെ ആ മനുഷ്യയുടെ റൂഹ് ബാക്കിയാവാ, തടി ബാക്കിയാവാ. ഏത് ബുദ്ധിയുള്ളവരും ചൊല്ലില്ല, ഇല്ല ഇല്ല, ഒരിക്കലും തടി ബാക്കിയാവുക സാധ്യമല്ല. കാരണം വിഷം മുക്കിയ ബാലുകൊണ്ടാണ് ആ മനുഷ്യരുടെ തടിക്ക് കുത്തിയിട്ടുള്ളേ എങ്കിൽ നബിതങ്ങളാണ് ചൊന്നുകൊണ്ടുള്ളേ. ഈ നോട്ടം ചൊല്ലതില്ലേ മുഅ്മിനീങ്ങളെ? അന്യ പെണ്ണിടെ നോക്കുടെ ചൊല്ല വിഷയമില്ലേ? ഇത് അതുപോലത്തൊരു സാധനമാണ്. അത് കുത്ര പയറുകല്ല, അത് കുത്ര മുതുക്കല്ല, അത് കുത്ര നെഞ്ഞികല്ല. നേരെ നേരെ കുത്തുന്നത് എപ്പോഴും ശാശ്വതമായി നിൽക്കടെ ഞങ്ങളെ റൂഹുകാണ്. റൂഹുകങ്കാൽ ആ ബസം തറച്ചു പോയി തീണ്ട് കണ്ടെങ്കിൽ പിന്നെ അതിനെ സരിപ്പെടുത്തുക പ്രയാസമാണ്. അതുകൊണ്ട് അന്യ പെണ്ണിടെ കാണ്ട സാഹചര്യങ്ങൾ പറയുമ്പോ നിബിധങ്ങൾ പ്രത്യേകം പടിപാടി തന്നില്ല, മോനെ നിന്റെ ആദ്യത്തെ നോട്ടം ഒരു പെണ്ണുക പൊന്തുകൊണ്ട് കണ്ടെങ്കിൽ ആ നോട്ടത്തെ നീ അപ്പമേ നിന്റെ കണ്ണുകൊണ്ട് മുച്ചിവെക്കാണ്ട് കണ്ടെങ്കിൽ ഇല്ലാ ഹദസല്ലാഹു തആല ലഹു ഇബാദതൻ യജിദു ഹലാവതഹാ ഫീ ഖൽബിഹി. ഈ കാരണം കൊണ്ട് അവന്റെ നിസ്കാരത്തിൽ നല്ല മധുരങ്ങ കിട്ടൂ, സ്വലാത്തിൽ മധുരങ്ങ കിട്ടൂ, ദിക്റിൽ മധുരങ്ങ കിട്ടൂ, ടേസ്റ്റിങ് കിട്ടൂ. മുഅ്മിനീങ്ങളെ, എന്തേ വാർത്തുവർക്ക് നടക്കട സ്വലാത്ത് മജ്‌ലിസിൽ വയസ്സന്മാരെ കണ്ടേ, ബാലക്കാറുമാരെ കാണാണ്ടിക്കടേ. ഒന്നാമത്തെ കാരണം കണ്ണുകൊണ്ടുള്ള അസഭ്യമാണ്, അശ്ലീലമാണ്. പിന്നെ എവിടെയാണ് സ്വലാത്തിൽ മാധുര്യം? പിന്നെ എവിടെയാണ് നിസ്കാരത്തിൽ മാധുര്യം? പിന്നെ എവിടെയാണ് ളുഹാ നിസ്കാരത്തിൽ ഒരു ടേസ്റ്റ്? പിന്നെ എവിടെയാണ് സുന്നത്തിൽ ഒരു ടേസ്റ്റ്? പടച്ച റബ്ബേ, ഞങ്ങൾ നീ സലാമത്താക്കണു അല്ലാ. മഹാനായ ഇസ്ബഹാനി ഇമാം ഉദ്ധരിക്കയുടെ ഹദീസ് വല്ലാത്ത മനസ്സുടെ കലക്കയുടെ ഹദീസാണ്. കുല്ലു ഐനിൻ ബാക്കിയത്തുൻ യൗമൽ ഖിയാമ. ഖിയാമനാളുടെ ഭീകരമായ രണരംഗത്തിൽ എല്ലാ കണ്ണുകം പൊട്ടി 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 കണ്ണീര് ഒളിപ്പിക്കട നാലാണത്. ഇല്ലാ ഐനുൻ ഗല്ലത്തൻ മഹാരിമില്ല. അണ്ട് ഒരു കണ്ണുണ്ട്, ആ കണ്ണുക്ക് സന്തോഷമാണ്. ഏത് കണ്ണാണ്? ഹറാമുക കാണുമ്പോ ചിമ്മിയ കണ്ണ്. നിന്റെ ഇഷ്ടം നീ എന്താണോ ചെയ്തേ അതേ അവിടെ കാണൂ. പന്തരയുടെ ഡബ്ബില് പന്തര നിറച്ചിട്ടിന്നെങ്കിൽ പന്തരമേലേ കണ്ടേ. ചായത്തെ ഡബ്ബിയിൽ ചായത്ത പൊടി നിറച്ചിട്ടിന്നെങ്കിൽ ചായത്ത പൊടിയല്ലേ കണ്ടേ. ചായത്ത പൊടിയുള്ളവിടെ പന്തര കാണണു ചെന്നെങ്കിൽ സാധ്യമുണ്ടാ? പന്തരയുടെ അവിടെ ചായത്ത പൊടി കാണണു ചെന്നെങ്കിൽ സാധ്യമുണ്ടാ? നാണാക്കിയത് വ്യഭിചാരമാ, നാണാക്കിയത് ബഡ്ഡിങ്ങമാ, നാണാക്കിയത് ഗീബത്തുങ്ങമാ, നാണാക്കിയത് വഞ്ചനങ്ങമാ. എങ്കിൽ ആ ഗോണ്ടികെട്ടില് സക്കാത്ത് കാണണു ചൊല്ലേക്ക് അർത്ഥമില്ലല്ലേ? റസൂലുള്ളാഹിയുടെ സ്വലാത്ത് കാണണു ചൊല്ലേക്ക് അർത്ഥമില്ലല്ലേ? നോമ്പ് കാണണു
ചൊല്ലയ്ക്ക് അർത്ഥമില്ലല്ലേ? അവനോന് കെട്ടാക്കിയ ഗോണിയല്ലേ നാളെ കിളിക്കുകൊള്ളേ? പടച്ചറബേ, നല്ല അമാലു സ്വാലിഹാ ചെയ്ത് 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 നീനുമായി പൊരുത്തപ്പെട്ട അമലിങ് ആക്കി മരിക്കുകൊള്ള ഭാഗ്യം നീ നമുക്ക് തരണു അല്ലാ. ഈ മജ്‌ലിസൈക്ക് നീ കാരണമാക്കണു അല്ലാ. മുഅ്മിനീങ്ങളെ, സിനാ വല്ലാത്ത വിഷയമാണ്. പെണ്ണുടെയും ആണ്ടയും ബാക്കിലാണ് എൻ്റെ ജീവിതം. മൈലാരും കണക്കാണ്, ഹാജിയാരും കണക്കാണ്, സംഘടനാ പ്രവർത്തകനും കണക്കാണ്, കാര്യകർത്തന്മാരും കണക്കാണ്, നായകന്മാരും കണക്കാണ്. തെച്ചാവിടെ എല്ലാ കോണ്ടാക്റ്റും ഇൻസ്റ്റാഗ്രാമിലാണ്, വാട്സപ്പിലാണ്, ഫേസ്ബുക്കിലാണ്. സകല മുസീബത്തങ്ങ് വലിച്ചിട്ട ദുരന്തത്തെ പെട്ടിയില്ലേ? ഇണ്ടത്തനങ്ങളെ വലിയ വലിയ ഉസ്താദുമാർ ചൊല്ല ശൈത്താന്റെ പെട്ടിയില്ലേ? മുഞ്ഞാണ്ട് ഒരാൾ ബന്ത് ശൈഖുന ഉസ്താദ് റമുന്നലു, അയാളെ കംപ്ലൈന്റ് സുബ്ഹാനല്ലാ, അയാൾ മങ്ങിലായിട്ട് 30 വർഷമായിട്ട് മക്കമുണ്ട്. പക്ഷേ പെഞ്ഞായി കൂടെയില്ല, തായ്ലൻഡിലാണ്, അന്യാണുമായിട്ടുള്ള ജീവിതമാണ്. അത്ഭുതപ്പെട്ടു പോയ മുഅ്മിനീങ്ങളെ, ഇങ്ങനത്തെ ഒന്നല്ല രണ്ടല്ല നൂറല്ല ആയിരക്കണക്കിലുള്ള സംഭവം സ്വന്തം റസൂലുള്ളാഹിയുടെ ഉമ്മത്ത് ചെന്ന് നടക്കട ഞങ്ങളുടെ കൂട്ടത്തിൽ നടന്നു പോയില്ലേ? ദുരന്തമായ സകല ദുരന്തം വലിച്ചിട്ടില്ലേ? സ്വന്തം നല്ലൊരു പെഞ്ഞായി പടച്ചറബ് നിഅമത്തായി തന്നിട്ട്, അവൾക്ക് നല്ലൊരു ചന്തം പടച്ചറബ് തന്നിട്ട്, പിന്നെയും പിന്നെയും അന്യ പെണ്ണിടെ നോക്കൂടെ കണ്ണുങ്ങ ഉണ്ടാ? നിസ്കാരത്തിൽ ലദ്ദത്തിക്കല എന്തുക ചൊല്ലണു? വഖുല്ലിൽ മുഅ്മിനീന യഗ്ളുന മിൻ അബ്സാരിഹിം വയഹ്ഫളൂന ഫുറൂജഹും. ഓ നബിയേ, ആ മുഅ്മിനീങ്ങളായ ഈമാനുള്ള, ഈമാന്റെ ചെറിയ അണുമണി തൂക്കമുള്ള ആ മുഅ്മിനീങ്ങളൊട്ടികൊന്ന് ചൊല്ലറു, അന്യ പെണ്ണിടന്ന് കാണുമ്പോ കണ്ണൊന്ന് മുച്ചിട്ട്. വഖുല്ലിൽ മുഅ്മിനാതി യഗ്ളുന മിൻ അബ്സാരിഹിന്ന, ആ പെണ്ണുങ്ങളൊട്ടികൊന്ന് ചൊല്ലറു, അന്യ ആണിങ്ങളെ കാണുമെന്ന് കണ്ണുമുച്ചുപോ. എന്നിട്ടാണ് പരിശുദ്ധമായ ഖുർആൻ ജൻഡറയും റിസൾട്ട് ചൊല്ല. എന്തിന് ഇങ്ങനെ ഒരാള് നോക്കണായ സംഗതി അപരമ്പോ, സാഹചര്യം അപരമ്പോ, അവിടെയെല്ലാം പടച്ച റബ്ബുടെ പേടിച്ചിട്ട് ദൂരെ നിൽക്കാണ്ട് കണ്ടെങ്കിൽ, മുഅ്മിനേ, നിന്റെ ലൈഫ് ബറക്കത്തായി പോയിട്ട്, നിന്റെ ബിസിനസ് ബറക്കത്തായി പോയിട്ട്, നിന്റെ എഡ്യൂക്കേഷൻ ബറക്കത്തായി പോയിട്ട്, നിന്റെ അവവും കുടുംബവും വല്ലാത്ത നെമ്മതിയിലായി പോയിട്ട്. അങ്ങനെ അല്ലേ പെണ്ണിടെ നോക്കുടെ ഗുണമുള്ള ആൽമാറുള്ളാറാ, വ്യഭിചാരമായി നിരന്തരമായി ബന്ധപ്പെട്ട ആൽമാറുള്ളാറാ. ഖുർആൻ ചെന്നോണ്ടുള്ളത്, ഹദീസ് പഠിപ്പാടി തന്നോണ്ടുള്ളത് 100 കളവായതല്ല, 100 സത്യമായ സംഗതിയാണത്, 100 നേരായ സംഗതിയാണത്. ആ ഒരു ആയത്രമാ ഒരു ഹദീസറമ നിഷേധിച്ചെങ്കിൽ അവന്റെ ഫത്വം കാഫിറുണ്ടല്ലേ മുഅ്മിനീങ്ങളെ? ആ ഖുർആൻ ചെന്നതുപോലെ നടന്നതാണ്, അനുഭവ സാക്ഷിയാണ്. വ്യഭിചാരത്തിൽ പെട്ടുപോയവന് ഉദ്ധാറാവല, ദാരിദ്ര്യത്തിമേല് ദാരിദ്ര്യം വരൂ, സ്വന്തം ഡ്രസ്സങ്ങ നഷ്ടപ്പെടൂ, സ്വന്തം മക്കങ്ങ നഷ്ടപ്പെടൂ, സ്വന്തം കുടുംബങ്ങ നഷ്ടപ്പെടൂ, സ്വന്തം ബിസിനസ്സിങ്ങ തകർന്നു പോവൂ, സ്വന്തം എഡ്യൂക്കേഷനിങ്ങ പറക്കത്തില്ലാണ്ടായി പോവൂ, സ്വന്തം പ്രായം നഷ്ടപ്പെടൂ, ഗടിപ്പാറായി ജീവിക്കാനായൊരവസ്ഥ വന്നു പോവൂ. വ്യഭിചാരത്തുള്ള ശിക്ഷ ആഖിറത്തിലും ദുനിയാവിലും പടച്ചറബ് തരാണ്ടിക്കല. അതുകൊണ്ടാണ് ലാ തഖറബു സിനാ, വ്യഭിചാരത്തിന് അടുത്തിരണ്ട. ആക്കണ്ട ചൊല്ലതിന് ബദലുക അടുക്കണ്ട ചൊന്നത്, അത് വല്ലാത്ത വിഷയമായതുകൊണ്ടാണ് മുഅ്മിനീങ്ങളെ. പിന്നെ മൂന്നാമത്തെ സ്വഭാവമായി മഹാന്മാർ പടിപാട്ടി തന്നാറ്, ഒരാള് തടിയുടെ ആഗ്രഹിക്കുന്ന ആള് തടി ചെന്നതുപോലെ കേക്കിട ആളെ ചൊല്ലേക്കുള്ള മൂന്നാമത്തെ പക്ഷിയുടെ ഗുണമാണ് അത്. കാക്ക ചൊല്ല പക്ഷിയില്ലേ മോമിനിങ്ങളെ, വല്ലാത്ത അൽച്ച ഉള്ളൊരു പക്ഷിയാണത്. നിങ്ങൾ നോക്കറൂ, നല്ല ബിരിയാണി വെച്ച് കൊടുത്തെങ്കിൽ അത് തിന്നകുറടിയാണ്. സുബ്ഹാനല്ലാ, നല്ല കോഴി കൊടുത്തെങ്കിൽ തിന്നകുറടിയാണ്. കൊറിയ നേരം കഴിഞ്ഞിട്ട്
ഔത്ര വേസ്റ്റേജിങ് ഇട്ടെങ്കിലും തിന്നുകു റെഡിയാണത്. നുപ്പാട്ട തിണ്ട ചൊല്ല ബോധ പോലും ആ കാക്കയില്ല. എന്തേ തിന്നുരുട്ടിയുള്ള വല്ലാത്ത അൽച്ചയാണ്. ഈ അൽച്ച ഉണ്ടല്ലേ മുഅ്മിനീങ്ങളെ, നങ്ങ അബ്ദുൽ ഹബാ തടിയുടെ ആൽമാർ ചൊല്ലതൊരു സൂചനയാണത്. ഞങ്ങളെ കൂട്ടത്തിലില്ല അൽച്ച പിടിച്ചങ്ങ എങ്ങനെ ബഫിഷ്ടമുള്ള മങ്ങിൽത്തുക പോയെങ്കിലാ മൗലിദുക പോയെങ്കിലാ അവിടെ ഉണ്ട് ഒരു പാത്രത്തില് മന്തി, സുബ്ഹാനല്ലാഹ്, അവിടെ ഉണ്ട് ഒരു പാത്രത്തില് ചപ്പാത്തി, ഇനൊരു പാത്രത്തിലുണ്ട് നല്ല പൂപ്പാല, ഇനൊരു പാത്രത്തിലുണ്ട് നല്ല കുറുമ, ഇനൊരു പാത്രത്തിലുണ്ട് നല്ല ടിക്ക, ഇനൊരു പാത്രത്തിലുണ്ട് നല്ല ഫ്രൈ. എല്ലാം ഇട്ടിട്ട് തിണ്ടിൽ പിന്നെ ഒരാള് ആംബുലൻസ് സൗണ്ട് ആക്കണത് പോലെ സൗണ്ട് ആക്കലില്ല. ചെന്നിട്ടു അത് നല്ല തേങ്കെടുക്കുന്ന സൗണ്ടാണത്. ആ സൗണ്ട് എടുത്തിട്ടും സുബ്ഹാനല്ലാഹ് നിപ്പാട്ടില്ല. പിന്നെ കേക്കലുണ്ട് പുഡിംഗ് ഉണ്ടാ, പിന്നെ കേക്കലുണ്ട് ഐസ്ക്രീം ഉണ്ടാ, ലാസ്റ്റ് കൊന്ന് പോകുമ്പോ കേക്കലുണ്ട് കട്ടൻ ചായ കിട്ടെങ്കിൽ നല്ല ഇന്ത്. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ തിന്നിടതൊരു അൽച്ചം തീരാത്ത ആൾമാരില്ലേ, അതൊരു ഷുഗർ പേഷ്യൻറ്റും കണക്കേ മുഅ്മിനീങ്ങളെ. ഷുഗറുള്ള ആൾ ലാസ്റ്റ് ചൊല്ലലുണ്ട് കുറേ തിണ്ട മൊയിലാരെ നിങ്ങൾ തന്നേക്കാണ് തിണ്ടേ, പിരിസത്തിലാണ് തിണ്ടേ, ഇണ്ട് ജണ്ട് ഇൻസുലിൻ എടുക്കാനായിട്ട് വരുവത്തരെ, പക്ഷെ തറുമ്പോ തിന്നാണ്ടിക്കുകയില്ലല്ലേ. ഓണക്ക് ഷുഗറിന്റെ പേടിയല്ല മുഅ്മിനീങ്ങളെ, എവിടെ തിന്നിടത് കുറഞ്ഞു പോവാ ചൊല്ലെ പേടിയാണ്. ഐറ്റം തിണ്ടില്ലെങ്കിൽ തെരുള് പോകുമ്പോ ബേജാറാവാ ചൊല്ലെ പേടിയാണ്. അതിന് തല്ലനാ തിണ്ടിട്ടില്ലല്ലേ മുഅ്മിനീങ്ങളെ. ഇങ്ങനെ അൽച്ചം പിടിച്ച കൗമായി നങ്ങത്തീന്നില്ലേ. യഥാർത്ഥത്തിൽ കോമ്പിനേഷൻ ഇല്ലാത്ത ആഹാരമല്ലേ ബഫലുള്ളേ. എന്ത് കാണ ബഫസിഷ്ടമാക്കിയിടേ, അവനോ ഒനുകു ബേനായത് എടുക്കുകയാണ്. നോക്കുമ്പോ എല്ലാം ബേനായതയാണ് അവിടെ ഉള്ളേ. എല്ലാം പ്ലേറ്റ് കാണു നിറച്ചിരേ. മീനാവാത്തവനുക്ക് കോഴിയാണ് വെച്ചിരേ, കോഴി ആവാത്തവനുക്ക് മീനാണ് വെച്ചിരേ. ഓണാ സുബ്ഹാനല്ലാഹ്, മട്ടണും കോഴിയും മീനും മൂന്നും തിണ്ട. പിന്നെ നോക്കുമ്പോ ലിവറിൽ പ്രശ്നം, പിന്നെ നോക്കുമ്പോ കിഡ്നിയിൽ പ്രശ്നം, പിന്നെ നോക്കുമ്പോ സുബ്ഹാനല്ലാഹ് അവന്റെ ഹാർട്ടിൽ കൊളസ്ട്രോൾ വരാണ്ടിക്കുക. മുഅ്മിനീങ്ങളെ, അല്ലാഹു ഞങ്ങളെ ആരോഗ്യം കാക്കുമാറാകട്ടെ. കാക്കട പോലെ അൽച്ചവുള്ള ആൽമാരായി പോകുത്തീർ അല്ലാഹു കാക്കട്ടെ. ഇത് ഞങ്ങളെ റായവുമായി ബന്ധപ്പെട്ട അൽച്ചങ്ങാണെന്നാണ് ചൊന്ന്. പല നിലക്കുള്ള അൽച്ച കൊണ്ട് മുഅ്മിനീങ്ങളെ, ഈ ആസ ചൊല്ല സാധനം ഒരാളെ മനസ്സിൽ വല്ലാണ്ട് കൂടുമ്പോ അവിടെയാണ് എല്ലാ തകർച്ചങ്ങ പണ്ടേ. അതുകൊണ്ടല്ല മഹാന്മാർ പടിപാടി തന്ന് ഒരാൾ എന്തിനെ തിന്നിടാ, ആ തിന്നിടതൊരു സ്വഭാവം അയാളെ തടിയിൽ വരൂ. ഒരാൾ എപ്പോൾ നോക്കിയെങ്കിൽ അയാൾക്ക് മട്ടൺ ഇല്ലാണ്ടാവില്ല എങ്കിൽ അയാൾ മട്ടൻ്റെ പോലെ അവിടെ ഉണ്ടാ. മട്ടൻ്റെ പോലെ സാധുവായ ഒരാളായിട്ട് തീർന്ന അയാൾ. ഒരാൾക്ക് ആ വലിയ സാധനം ഉണ്ടല്ലോ ബീഫ്, അതില്ലെങ്കിൽ അവിടെ ഇല്ല എങ്കിൽ അതേപോലെ പൈ പോലെ മിക്കുക. എപ്പോൾ നോക്കിയെങ്കിലും പോയവിടെ പന്തല മരകെട്ടെങ്കിൽ മിക്കിടും. ഇനി അവന് എന്തിനു ചെന്നെങ്കിൽ അർസമേ വേണ്ടേ, എന്താ ഈ പൈക്ക് ആറ് അർസ വേണ്ടേ, അടിച്ചെങ്കിൽ പിടിച്ചെങ്കിലല്ല. കോഴി തിന്നിടങ്ങ നിങ്ങൾ നോക്കൂ. ഞങ്ങളെ മക്കൾ ഏറ്റവും വലിയ എടുത്തുകെട്ടമേ ഞങ്ങളെ അബ്ബമ്മമാണ്. അവൻ ബേനായത് 1 നമ്പർ ചിക്കൻ നഗറ്റ്സ്, ഇനൊന്നു അൽഫാം, എന്ന് ടിക്ക, അതിന് മേലെ ഒരു മയോനീസ്. ഇത് ചന്ത മുക്കിയിട്ട് തിന്നുപാട്ട് നമുക്ക് തിന്നലാണ്. ഈ മക്ക എന്തായി തീരും. കോളിലെ ഗുണേന്ദ്രാണ് പഠിച്ചൊന്നുമില്ലേ, ലൈംഗികമായ ദാഹം മതിയായി പോവും. മുഅ്മിനീങ്ങളെ, ഞങ്ങളെ മക്കങ്ങ ബെടക്ക് തെറു പിടിച്ചു പോവാറ്. ഏത് തിന്നട ആ സ്വഭാവം വരുണ്ടാണ്. അള്ളാഹു ഞങ്ങളെ കാക്കട്ടെ. അതേ ടൈമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്തേക്ക് പറയുമ്പോൾ മദീനത്തെ ആൽമാർ അണ്ടത്തെ ഫുഡും അങ്ങ് നോൺ വെജിറ്റേറിയൻസാ. നമുക്ക് ആർഡർ ഇറച്ചിയും വണ്ടഡ് ഇറച്ചിയാവണം. സുബ്ഹാനല്ലാഹ്, അങ്ങനൊരു സ്വഭാവം തരക്കാരി കൂട്ടിട്ടില്ലാണ്ട് അവിടെ വേണ്ട ചെന്നിട്ടു. ഈ കറിയാക്കുമ്പോൾ നല്ല കുംലിംഗം വേപ്പാട്ടിട്ട് ഇറച്ചിരൊട്ടിക്ക് കുംലിംഗം മിക്സ് ആക്കിക്കൊണ്ടിരുന്നാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്തേക്ക് എൻട്രായപ്പ അബു അയ്യൂബിൽ അൻസാരി റളിയല്ലാഹു അൻഹുടെ ഔത്തുലു നാഷ്ട റൊട്ടിയും ബാർലി റൊട്ടിയും ഈ നല്ല ഇറച്ചി കറിയും കൊമന്നപ്പ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു കൂടെയുണ്ട്. ബാക്കിയുള്ള സ്വഹാബത്തെല്ലാവരും കൂടെയുള്ളാറ്. നബി തങ്ങൾ അവിടെ കരിങ്ങനെ പ്ലേറ്റ് കിട്ടിട്ട് ഇറച്ചിയും കുമ്പളങ്ങ അവിടെ ഉണ്ട്. ഇറച്ചിലെല്ലാം പ്ലേറ്റ് അവർ സൈഡിൽ വെച്ചിട്ടുണ്ട. കാല് കുമ്പളങ്ങ തിണ്ടിട്ടാണ്. ഈ ഒരു കുമ്പളങ്ങ തിണ്ടതിൻ്റെ പേരിൽ മദീനത്തെ സ്വഹാബത്ത് എല്ലാവരും അണ്ട് മുതൽ കുമ്പളങ്ങ ഇഷ്ടപ്പെടുക തുടങ്ങിയാൽ ചെന്നെങ്കിൽ വെജിറ്റേറിയൻസ് ആയാറുണ്ട്. അണ്ട് മദീനത്തിൽ നിന്ന് ഒരേ ഒരു കൃഷിക്ക സാഹിർ ചൊല്ല ആളുണ്ടാ.
അയാൾക്ക് വലിയ ബാനിയം അയാളുടെ ജാഗത്തേക്ക് ബലം എന്തും ഇല്ലാത്തുണ്ടാകും. കുംബ്ലിങ്ങ ബാനിയാക്കിടായാൽ കുംബ്ലിങ്ങ കൃഷിയാക്കിടായാൽ അയാളാരും ക്യാറാക്കില്ലല്ലോ, ഒരു കറുത്ത മനുഷ്യ അയാൾ. നബിതങ്ങൾ ഈ കുംബ്ലിങ്ങ തിന്നിട്ടാവുമ്പോൾ പിന്നെ അവിടെ ഒണ്ടയുടെ മാർക്കറ്റ് ഇറങ്ങും, ആഡ്ര മാർക്കറ്റ് ഇറങ്ങും. ചില മാർക്കറ്റിങ്ങ ബന്ധാക്കാനായിട്ട് ബന്ധുണ്ടാ, ബാണിയ നഷ്ടപ്പെട്ടിട്ടുണ്ടാ. എല്ലാവരും പോകേണ്ട സാഹിർ ചൊല്ലി ഈ കരിയനായ മനുഷ്യരെ മുട്ട, കൃഷിക്കട മുട്ട പോയിട്ട് സുബ്ഹാനല്ലാ ക്യൂ ആരെ സാഹിർ അങ്ങോട്ട് വന്നോളൂ. അണ്ട് ഒരു മനുഷ്യൻ മുന്നൽത്തണ്ടും അതിന് മുന്നൽത്തണ്ടും ഒരു കൊതുപോലും അവിടെ പോയോണ്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുംബ്ലിങ്ങ തിണ്ടിട്ട് ചൊല്ല വിഷയം കേൾക്കുമ്പോൾ സാഹിർ ചൊല്ല കൃഷിക്കട അങ്ങോട്ട് മുന്നൊരു സ്വഹാബത്തിന് കിവാണ്, ആൽമാരെ കിവാണ്. എന്നിട്ട് ചില ആൽമാർ ഈ സാഹിറിട്ട കൃഷി എന്തിനാക്കടെ ആഹാരം എന്തിനാ കുംബ്ലിങ് എടുക്കടെ. കുംബ്ലിങ് എടുക്കുമ്പോൾ രണ്ടാമത്തെ ആൽമാന് ചൊല്ലേ ഇതാ നക്കുതാ അവനിക്ക് 100 രൂപ മാത്രമല്ല തണ്ടേ, നാണിക്ക് 1 കിലോ കുംബ്ലിങ്ങക്ക് 200 രൂപ തണ്ട നക്കുതാൻ. സാഹിർ റളിയല്ലാഹു അൻഹു നേരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുട്ട പോയിട്ട് കംപ്ലൈൻറ്റ് ചെയ്തു, നബിയെ എന്തിനാക്കട നാണ് സോത്തിട്ടുള്ളേ. എല്ലാവരും നണ്ടങ്കടി വന്നിട്ട് റാസി പോകുന്നവരാറ്. ചില ആൽമാർ 100 രൂപ എടുക്കും, ഇതിനടുത്ത് 200 രൂപ കേൾക്കട. അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലേ ലാ തുസാവിം അലാ മൻ തസാവമാ. അവിടെയാണ് കച്ചവടത്തെ നീതി പടിപാട്ടി കൊടുക്കൂടെ സാഹിറേ. വില കെട്ടിയ ആളെ മേൽ നീ വില കെട്ടണ്ട. ഫസ്റ്റ് ആരാണോ വില കെട്ടിയിട്ട് ഡീലാക്കിയിടേ അവനുകോ നിന്റെ സാധനം നീ വിത്ത് കൊടുക്കണു. ബാക്കിയുള്ള സ്വഹാബത്തിട്ടം ചന്തു ബലയുടെ മേൽ വില കെട്ടണ്ട. ആർത്തികമായ ഹൊടത്തങ്ങ വന്നു പോവൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സാഹിർ ചൊല്ല കൃഷിക്കം റസൂലുള്ളാഹിയുടെ കൊണ്ട് അഭിവൃദ്ധിയായിട്ട് വല്ലാത്ത ഇമ്പ്രൂവ്മെന്റ് നടന്നിട്ട് ചെന്നുകൊണ്ട് വന്ന വിഷയം. നബി തങ്ങൾ ഇറച്ചി കണ്ടപ്പോൾ ഇറച്ചിയുടെ സൈഡും വെച്ചിട്ട് കുംബ്ലിങ് തിന്നുക തുടങ്ങിയ കാരണം കൊണ്ട് മദീനത്തെ സകല സ്വഹാബത്തും പിന്നെ തറക്കാർ ഇഷ്ടപ്പെടുക തുടങ്ങിയാർ. ചില മഹാന്മാർ ചൊന്നില്ല കുംബ്ലിങ് ചൊല്ല സാധനം ആ തറക്കാരി ഒരാൾ നക്ക് വേണ്ട, നക്ക് ഇഷ്ടമില്ലാണ്ട് ചൊന്നുറുകു തീറാ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുടെ മുന്നിൽ ആ പലക്കം ഒരാൾ ചൊന്നിട്ടാവുമ്പോൾ എഞ്ചിട്ടടിക്കുക പോയില്ലേ ഉമർ ഇബ്നുൽ ഖത്താബ്. നിക്ക് വേണ്ടെങ്കിൽ വിട്ടുവിടണു, ഇഷ്ടമില്ല ചൊല്ല പലക്കം ചൊന്നുറുകു തീറ. കാരണം റസൂലുള്ളാഹി ഇഷ്ടപ്പെട്ട സാധനമാണ്. മുഅ്മിനീങ്ങളെ നല്ല തറക്കാരിയാറാക്കിയിട്ട് ഇറച്ചി കൊരടിയാക്കിയിട്ടുള്ളൊരു ജീവിത ലൈഫ് ഒന്ന് നിങ്ങൾ സെറ്റാക്കി നോക്കൂ. ഞങ്ങളെ മോഷന് പ്രോബ്ലം ഇല്ല, ഞങ്ങളെ ഹാർട്ടിക്ക് പ്രോബ്ലം ഇല്ല, ഞങ്ങളെ കിഡ്നിക്ക് പ്രോബ്ലം ഇല്ല, ഞങ്ങളെ ജഠരത്തിക്ക് പ്രോബ്ലം ഇല്ല, ഞങ്ങളെ യൂറിനിക്ക് പ്രോബ്ലം ഇല്ല. പടിപാടി തന്ന നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. മുഅ്മിനീങ്ങളെ ആ നബി തങ്ങൾ അൽച്ചമുള്ള ആളല്ല, വല്ലാത്ത പ്രയാസം പിടിച്ച നേതാവാണത്. പ്രയാസം സ്വന്തം തെരഞ്ഞെടുത്ത നേതാവാണത്. എത്രമാത്രം പ്രയാസമെന്ത്. ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു സുബ്ഹാനല്ലാഹ് ആ മഹാൻ ആയിഷ റളിയല്ലാഹു അൻഹാ ചൊല്ലെ കുഞ്ഞിമട മുന്നിൽ വന്നിട്ട് നിൽക്കുമ്പോൾ ആ ഉർവട വിളിച്ചിട്ട് ആയിഷ റളിയല്ലാഹു അൻഹാ ചൊല്ലു യാ ഇബ്ന ഉഖ്തി, നന്റെ പെങ്ങളെ മോനെ, അസ്മായുടെ മോനെ, ഞങ്ങളെ ഔത്തുല് ശരിക്കും അതേ അടുപ്പ് കത്ത് പാട്ടാണ്ട് തീ കത്ത് പാട്ടാണ്ട് 3 നിലാവുങ്ങ കഞ്ഞു പോയിട്ട്. ഉർവ റളിയല്ലാഹു അൻഹു കേട്ടില്ലേ കുഞ്ഞിമാപ്പിനെങ്ങനെയാണ് നിങ്ങൾ ജീവിച്ചത്? ആയിഷ റളിയല്ലാഹു അൻഹാ ചൊന്നില്ലേ ബിൽ അസ്വദാൻ അൽ മായി വത്തംർ, അതേ ഈത്തപ്പലവും കാരക്ക തിന്നിട്ടാണ് മോനെ ഞങ്ങളെ ജീവിതം പോയിടേ. എന്തേ ദാരിദ്ര്യമുള്ളത് കൊണ്ടിട്ടാ, കൊടുക്കുക ആൾമാരില്ലാത്തത് കൊണ്ടിട്ടാ, ദ്വാരനെങ്കിൽ ഉത്തരം കിട്ടാത്തത് കൊണ്ടിട്ടാ. മദീനത്തെ ഓരോ മണ്ണുകം ബംഗാറാക്കുള്ള താക്കത്തില്ലേ നബി തങ്ങൂ. കേട്ടെങ്ക് കൊടുക്കുക ഏറ്റവും വലിയ കോട്യാധിപതിയില്ല ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. കേട്ടെങ്ക് കൊടുക്കുക ഏറ്റവും വലിയ കോട്യാധിപതിയില്ല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും. മുഅ്മിനീങ്ങളെ ആരമൊന്നലും സ്വന്തം ആവശ്യത്തിന് കൈനീട്ടിയ നേതാവല്ല,
മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തത്തിന് പേനായിട്ട് തിരഞ്ഞെടുത്തത് ദാരിദ്ര്യമാണ്. കൂടെയുള്ള ചില നിരക്കരമാർ ഇന്ന് സഅദ് ഇബ്നു ഉബാദ പോലത്തെ നിരക്കരമാർ, ആ നിരക്കരമാർ അങ്ങോട്ട് ആഡ്ര പാലും കറന്നിട്ട് നബി തങ്ങൾക്ക് പലപ്പോഴും കൊടുക്കാറുണ്ട്. ആ പാലും കുടിച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുപ്പിൽ 2 തിങ്കളും 3 തിങ്കളും തീകത്ത് പാട്ടാണ്ട് ജീവിച്ചിരേ. നബിതങ്ങൾ ഭക്ഷണത്തൊട്ടിക്ക് ആർത്തിയുള്ള ആളല്ല. എപ്പോഴും നബിതങ്ങൾ സ്വഹാബത്തിലൊട്ടിക്ക് ചൊല്ലു, ഓ സ്വഹാബത്തെ, വയറിന്റെ ഒരു ഭാഗം കാലി വേണു, ഒരു ഭാഗം തന്നി വേണു, ഒരു ഭാഗം ആഹാരം വേണു. മുഅ്മിനീങ്ങളെ ആഹാരം മയ്യിൻടെങ്ങനെ ഗൊന്താവഴേണ്ടി കേക്കട പലരും മിക്കുവാറ് ഗൊന്താവുക ചെറിയ ടിപ്സേ ഉള്ളേ. മുഅ്മിനീങ്ങളെ തിണ്ടോണ്ടിരിക്കുമ്പോ ഞങ്ങളെ മനസ്സ് ചൊല്ലു മോനെ മൈ ചൊല്ലൊരു ധാരണം മനസ്സ് ചൊന്ത എങ്കിൽ അവിടെ മയ്യാക്കുന്നു. തിന്നുമ്പോ തന്നെ കുടിക്കണ നേതാവല്ല മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നിരിക്കലോ തിന്നിട മുന്നലു, അല്ലെങ്കിൽ തിന്നിട പിന്നെ 10 മിനിറ്റ് അരഘണ്ട മുന്നല പിന്നമാണ് തന്നെ കുടിക്കടേ. അങ്ങനെ കുടിക്കുന്നത് കൊണ്ടുള്ള ലാഭം എന്തിനു മുഅ്മിനീങ്ങളെ? തെല്ല് തിന്നുക ഉടപ്പ, കുറെ തിന്നുനായി പണ്ടത് വയറ് ഫുള്ള് കാലിയെന്നെങ്കിലാണ് ഒരരഘണ്ട ഒന്നൊരു തന്നെയും കൂടി കിടിച്ചു കുടിച്ചെങ്കിലാ പിന്നെ ആഹാരത്തൊട്ടിക്ക് താല്പര്യം കുറയിട്. പിന്നെയും നല്ലൊരു ഐഡിയ ഉണ്ട്, നബിതങ്ങൾ പടിപാടി തന്നതാണ്. ആഹാരത്തെ ഒന്നിലൊരു പച്ചങ്കായി തിന്നുകാവൂടാ, ആഹാരത്തെ ഒന്നിൽ എന്തെങ്കിലും ഒരു ഫ്രൂട്ട് തിന്നുകാവൂടാ. ആ ഫ്രൂട്ടും തിന്നിട്ട് ആഹാരം തിന്നുക തെച്ചേണ്ട കണ്ടെങ്കിൽ യാറത്തെ ആഹാരം തിന്നുക ഞങ്ങളെ മനസ്സ് കേൾക്കില്ല. എന്തേ? ആൾറെഡി ഞങ്ങളെ വയറ് ഹാഫ് ഫുള്ളാണ്. പിന്നെ അതേ ഞങ്ങളെ വയറ് യാറും തിന്നുക കേൾക്കില്ല. നബിതങ്ങളെ സരള സൂത്രമാണ് മുഅ്മിനീങ്ങളെ. അതേ കണ്ടോണും അറിഞ്ഞോണും ഇത് പാലിച്ചാണ്ട് കണ്ടെങ്കിൽ ഞങ്ങളെ ആരോഗ്യം ഭദ്രമാണ്, ഞങ്ങളെ ജീവിതം സമാധാനമാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ആഹാരത്തൊട്ടിക്ക് വല്ലാത്ത ഹിർസുള്ള, വല്ലാത്ത താല്പര്യമുള്ള, ആശമുള്ള ആളായി പോകുത്തീറ. ചില ആൽമാർ സംബന്ധം മുറിക്കട എന്തിന്റെ പേരിലാണ്? നാണ് പോയ പണക്ക് കോൾഡ് കറി തന്നിട്ടില്ല ചൊല്ലതിന്റെ പേരിലാണ്. ഇനൊരാൾ സംബന്ധം മുറിച്ചതിനക്ക് കബാബ് പീസ് തന്നില്ലാണ്ടാണ്. ഇനൊരാൾ സംബന്ധം മുറിച്ചതിനക്ക് തൊണ്ടയുടെ ഭാഗമാണ് തന്നിരെ, 4 ഭാഗമാണ് തന്നിരെ. അവിടെ ലെഗ് പീസ് ഇന്നിട്ട് പോലും നക്ക് തന്നില്ലാണ്ടാണ് ചില ആൽമാരെ കംപ്ലൈന്റ്. കുടുംബം ബന്ധം മുറിക്കും 2ഉം 3ഉം 4ഉം മക്കമുള്ള അപ്പമാറച്ചുകളുടെ കാരണമാണ്. എന്തൊരു നാണം പിടിച്ച കൗമാണിത് മുഅ്മിനീങ്ങളെ. ചോറ് തരാത്തതിന്റെ പേരില്, സുബ്ഹാനല്ലാഹ്, കെട്ട് ചണ്ട് കിട്ടാത്തതിന്റെ പേരില്, റാത്തിബുൽ 1 10 കുറഞ്ഞതിന്റെ പേരില് മുഹീദ്ദീൻ ശൈഖുടെ പേരും വിളിച്ചിട്ട് ആ മഹാന് 3 വർഷം ചൊപ്പ് മാത്രം തിണ്ട് ജീവിച്ച നേതാവാണ്. ആ മുഹീദ്ദീൻ റാത്തീബും കഴിഞ്ഞിട്ട് പള്ളിയുടെ പുറത്ത് വരുമ്പോ പള്ളിയുടെ പുറത്ത് ഗലാട്ടയാണ്. എന്തേ? അവന് 2 കയ്യിൽ ചാരിട്ടാവണു. നക്കാണെങ്കിൽ ആ ഒരു കയ്യിൽ ചാറ് മാത്രമേ പോന്നുരേ, അല്ലെങ്കിൽ 2 പീസ് ചാറവണ് എക്സ്ട്രം 2 പീസ് അവന് കിട്ടാ. നക്കിട്ടുള്ള ചൊല്ലുടെ പേരിൽ എത്ര മഹല്ലുങ്ങ പിരിഞ്ഞു പോയിട്ട് ഇണ്ടും അതേ പരിണാമം അനുഭവിക്കണ മഹല്ലുങ്ങ എത്രയുണ്ട് മുഅ്മിനീങ്ങളെ. ഇങ്ങനെ അതപതിച്ചു പോയ ആൽമാർ ഞങ്ങായി പോകുതീറ. അള്ളാഹു ഞങ്ങളെ കാക്കട്ടെ. 4ാമത്തെ പക്ഷിയുടെ ഒരു ഗുണം മഹാൻ പരിപാടി തന്ന്. ഏതാണ് ആ പക്ഷി? ഞങ്ങളെ തടില ആഗ്രഹമുണ്ടോ? ഞങ്ങ തടി ചെന്ന് പോലെ കേക്കിട ആൽമാറാണ് ചൊല്ലേക്കുള്ളേ. 4ാമത്തെ ഭക്ഷര ഗുണമാണ് ഗിടുക. ആ ഗിടുകത്ത് ഒരു ഗുണമുണ്ട് മുഅ്മിനീങ്ങളെ, ഏറ്റവും മേലെ പാറതാണ്. അത് എപ്പോഴും വേറെ ചൊല്ലനാണ്, ഏറ്റവും ഹൈറ്റിലാണ്. ഞാൻ ഏറ്റവും ഹൈറ്റിലാണ്, ഞാൻ ആരെയും മേലെയാണ്. ഇങ്ങനെ ചൊല്ലൊരു ഉജുബ് ആ ഗിടുകത്തെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് ഗിടുക പലപ്പോഴും കീല് വന്ന് തെക്കലില്ല. അത്യധികം ആ ഗിടുകട കാണ്ട ഏറ്റവും മേലെയാണ്. എന്ത്? ആ ഗിടുകട മനസ്സിൽ അങ്ങനെ വന്നു പോയിട്ട് മുഅ്മിനീങ്ങളെ ഒരു മനുഷ്യയുടെ സർവനാശത്തുകൊള്ള 1ാമത്തെ കാരണമാണ് നാണ് സാരമില്ല ചൊല്ല ബിയാരങ്ങ പണ്ടത്. ഒരു ആഡി കാറിൽ പോകുമ്പോ, ഒരു BMW കാറിൽ പോകുമ്പോ, ഒരു 2 ഹോർണും ഇട്ട് പോകുമ്പോ
മനസ്സിൽ പറയാണ്ടിക്കട്ട് ഹാജിയാറുമാരെ, നാണ് വെള്ളിയായി പോയ ചൊല്ല വിഹാരം വന്നു പോയിത്താ, അതോടുകൂടെ സകല അമലകം ബാത്തിലായി പോയിട്ട് നല്ലൊരു അതേ പീറ്റർ ഇംഗ്ലാണ്ട് ഡ്രസ് ഇട്ടപ്പാ, ലെവിസ് കൂപ്പർ ഡ്രസ് ഇട്ടപ്പാ, പാൻറ്റും ഇട്ടപ്പാ, നല്ല കമ്പൻ്റെ ഡ്രസ്സ് ഇട്ടപ്പ, പാൻറ്റും ഇട്ടപ്പാ. ചില ആൽമാരെ മനസ്സിൽ ഇതൊന്ന് നോക്കട്ടുണ്ടാണ്, ഇതൊന്ന് കാണട്ടുണ്ടാണ് മുഅ്മിനീങ്ങളെ. അതെല്ലാം ഞങ്ങളെ സർവനാശമാക്കുന്ന സംഗതിയാണ്. ചില ആൽമാർ വാശിയിട്ടിട്ട് ഇങ്ങനെ കാട്ടി നടക്കലുണ്ട്, മോതിരമിട്ടിട്ട് ഇങ്ങനെ കാട്ടി നടക്കലുണ്ട്. നണ്ടത് ഒരലാക്കട വാച്ചാണ്, നണ്ടത് 10,000 മോതിരമാണ് ചെന്നിട്ട് അറിയിക്കുകയാണ്. ഇതിലെല്ലാം പറകു പോണ്ട നാശമാണ് മുഅ്മിനീങ്ങളെ. ഈ ലോകം കണ്ട ഏറ്റവും വലിയ ഈമാനുള്ള ആളല്ലേ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നബി തങ്ങളുടെ വഫാത്തിൽ പിന്നെ ഖിലാഫത്ത് ഏറ്റെടുത്തിട്ട് മദീനത്തെ മണ്ണിൽ ഇങ്ങനെ നടക്കുമ്പോ ഔത്തിലുള്ള ചില പെണ്ണിങ്ങ ചൊന്നുപോയാറ്, ഇന്ന് അബൂബക്കർ സിദ്ദീഖ് ഞങ്ങളെ ഒണ്ടയുടെ പാല് കറക്കുക കിട്ടല, കാരണം അധികാരം കിട്ടിപ്പോയിത്തല്ലേ. അപ്പാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചൊല്ല്, ഏത് ഖിലാഫത്ത് കിട്ടിയെങ്കിലും നാണ് ഇന്നലത്തെ അബൂബക്കറാണ്, നാണ് മുഞ്ഞാന്ത അബൂബക്കറാണ്. ഇന്നലെ വന്നിട്ട് ഒണ്ടയുടെ പാല് കറന്നത് പോലെ ഇണ്ടും നിങ്ങൾ ഒണ്ടയുടെ പാല് കറക്കുന്നാണ്, റെഡിയാണ്. സുബ്ഹാനല്ലാഹ്. ഈ ഒരു താല്പര്യം നമുക്ക് പറഞ്ഞു. നിങ്ങൾ വലിയ ചൊല്ലുമ്പോഴാണ് കുടുംബങ്ങൾ ഉടഞ്ഞു പോണ്ടേ. മഹാൻ അബ്ദുൽ വഹാബ് ഷഅറാനി റളിയല്ലാഹു അൻഹു എത്ര വലിയ മഹാനാണ്, 300ഓളം കിതാബുകൾ രചിച്ച മഹാനാണ്. ആ മഹാന്റെ ഒത്തൊരു സുബ്ഹാനല്ലാഹ് സ്വന്തം പെഞ്ഞായി സീക്കിൽ കിടന്നു പോയിട്ട് ബെഡിലായി പോയിട്ട്, പിന്നെ എല്ലാം പുറത്തു വേണ്ടത് ബെഡിലാണ്. അബ്ദുൽ വഹാബ് ഷഅറാനി എത്ര വലിയ മഹാൻ. ആ പെഞ്ഞായുടെ എല്ലാ കാഷ്ടങ്ങം മൂത്രങ്ങം സ്വന്തം കൈ കൊണ്ടെടുത്ത് ക്ലീനാക്കിക്കൊണ്ടിരുന്നാണ്. സുബ്ഹാന റബ്ബി. ചരിത്രം വായിക്കും അത്ഭുതപ്പെട്ടു പോണ്ടതങ്ങ. എന്നിട്ട് ജാമന്ത കിടാവുടെ പുൽപ്പും കേട്ടിട്ട് നന്റെ പെഞ്ഞായിക്ക് സർത്തായി 2 ഉറക്ക് നഷ്ടപ്പെടണ്ടാണ്ട് വേർച്ചിട്ട് കിടാവ് പുൽപ്പുട കാവുമ്പോൾ ആ കിടാവുടെയും പിടിച്ചിട്ട് വേറെ റൂമുക്ക് പോയിട്ടാണ് അബ്ദുൽ വഹാബ് ഷഅറാനി റളിയല്ലാഹു അൻഹു കിടന്നുകൊണ്ടിരുന്നേ. ഉമ്മട്ടിക കാട്ടുനായ പെഞ്ഞായിട്ട കാട്ടുനായ സ്നേഹം എപ്പോഴാണ് പണ്ട് നാനൊന്നുമല്ല ചൊല്ല ചിന്തം പരമ്പഴാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെഞ്ഞായി മാറട്ടിയുള്ള അന്യോന്യമായ ജീവിതം ചൊല്ലുമ്പോൾ സ്വന്തം പെഞ്ഞായിയായ സഫിയ റളിയല്ലാഹു അൻഹാ കൂടെ ഒരു 4 യാത്രകൾ ഇങ്ങനെ പറയുമ്പോൾ മുഅ്മിനീങ്ങളെ വല്ലാത്ത പാഠമുണ്ടിതിൽ. ഞങ്ങൾ പലപ്പോഴും ചുറ്റുകു പോണ്ട പല ബാലക്കാരുമാരെയും പ്രശ്നമാണ്, പെഞ്ഞായുടെ കേറാക്കലില്ല. നടുനമ്പലായെങ്കിലും വേറെ നമ്പലായെങ്കിലും കേറാക്കലില്ല. പോകുമ്പോൾ ചങ്ങായിമാരായിട്ടാണ് പലപ്പോഴും യാത്ര പോവല്. പെഞ്ഞായി കുറുബലയും കൊടുക്കലില്ല, ഉമ്മ കുബല കൊടുക്കലില്ല, അങ്ങളെ ആരോഗ്യത്തെ വിഷയമാക്കലില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വന്തം വൈഫുമാരെ യാത്ര പോകുമ്പോൾ വിളിച്ചോണ്ട് പോവലുണ്ട്. ഒരു 4 യാത്ര പോകുമ്പോൾ കൂടെ കിട്ടിയത് ബീബി സഫിയ റളിയല്ലാഹു അൻഹയാണ്. ആ മഹദി ചെറിയ കുള്ളിയായ ഉമ്മയാണ്, ഉദ്ദമില്ലാത്ത ഉമ്മയാണ്. ആ ഉമ്മകു 1 10 സാധ്യമായില്ല. അപ്പവിടെ ബഗ്ഗി കൊടുത്തതും കുഞ്ചി കാട്ടി കൊടുത്തതും അതിന് മേല് കാല് പത്തി വെച്ചിട്ടാണ് ബീബി സഫിയ റളിയല്ലാഹു അൻഹാ 1 മേല് പത്തിരെ. ആരുടെ കുഞ്ചിയുടെ മേലാണ് കാലുള്ളേ? ലോകത്ത് സകലം കാണണായത് കണ്ട നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനീങ്ങളെ, ചെറിയ ആളല്ല ഞങ്ങളെ നബി. ഖിയാമത്ത് നാളുമായി ബന്ധപ്പെട്ട അടയാളങ്ങൾ ചൊല്ലുമ്പോൾ അവിടെ നബി തങ്ങൾ പടിപാടി തന്നതാണ്. അതേ ഖിയാമത്ത് നാൾ സംഭവിക്കുന്നുണ്ട് കണ്ടെങ്കിൽ ഈ ലോകത്ത് പണ്ട് കാലത്ത് ദരിദ്രന്മാരായ പല ആൽമാരും അതേ അങ്ങ് വലിയ വലിയ പൈസക്കാരങ്ങാവാണ്ട് ഡബലും ത്രിബലും 4ബലും 100 തട്ടും ബിൽഡിങ്ങുള്ള ബിൽഡിങ് കെട്ടാണ്ട് ഈ ലോകം അടിമേലാവല ചൊന്നിട്ട് പടിപാടി തന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
മുഅ്മിനീങ്ങളെ നിങ്ങൾ ആലോചനാക്കണു. ഈ പലക്കം ചൊല്ലുമ്പോൾ മദീനത്തെ മണ്ണിൽ ഈ പലക്കം ചൊല്ലും പണ്ട് 2 തട്ട് ബിൽഡിംഗ് പോലും ഇല്ല. ഒരു തട്ടേ മുളിയിട്ട തട്ടാണ്, മടലിട്ട തട്ടാണ്. 2 തട്ട് ബിൽഡിംഗ് ഇല്ലാത്ത മദീനത്തെ മണ്ണിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ല് ലാ തഖൂമുസ്സാ ഇല്ലാ അൻ തലിദൽ അമതു റബ്ബതഹാ. ഖിയാമത്ത് അടുക്കണോണ്ട് കണ്ടെങ്കിൽ ഒന്നാമത്തെ കണ്ടീഷൻ, പണ്ട് കാലത്ത് ആട് മേയിച്ചോണ്ടിന്ന് ചെറുപ്പിടാണ്ടിന്ന് വല്ലാണ്ട് ദാരിദ്ര്യം അനുഭവിച്ചോണ്ടിന്ന് അറബിങ്ങ ഇല്ലേ, ആ അറബിങ്ങ വല്ലാത്ത ബിൽഡിങ് കെട്ടാണ്ട് ഇവിടെ ഖിയാമത്ത് സംഭവിക്കല. അവിടെയാണ് നബി തങ്ങൾ ഇനൊന്നു ചൊല്ലയില്ല അന്തലിദൽ അമതു റബ്ബതഹാ. അടിമയായ പെണ്ണ് സ്വന്തം യജമാനയുടെ ജനിക്കട കാലം വരൂ ചൊന്നെങ്കിൽ കാലങ്ങ ഉൾട്ട അവിടെ നാലങ്ങ വരൂ. മുഅ്മിനീങ്ങളെ വിഷയങ്ങ ഉൾട്ട അവിടെ നാലങ്ങ വരൂ. ഏതുപോലെ ഞാൻ ഉദാഹരണമായി ചൊല്ലട്ട. പണ്ട് കാലത്ത് ഞങ്ങളെ ഉമ്മമാർ എവിടെയാണ് കണ്ടോണ്ടിന്നേ? ആറായത്തെ ജാല്ല, ആറായത്തെ തെരുള ഞങ്ങളെ ഉമ്മമാരെ കാണലില്ല. എല്ലാ ഉമ്മമാരും പെങ്ങന്മാരും ഇന്ന് ഔത്തുലാണ്. അണ്ടൊരു പെണ്ണിടെ മുടി പുറത്ത് കാണ്ടത് വല്ലാത്ത അപരാധമാണ്. ആ പെണ്ണിടെ മുഖം കാണ്ടത് വല്ലാത്ത വ്യഭിചാരമാണ്, അപരാധമാണ്. ഇണ്ടോ? സുബ്ഹാനല്ലാഹ്. പെണ്ണ് കാണാത്ത ജാഗമുണ്ടാ? പെണ്ണ് പത്താത്ത ഹോസ്റ്റലുങ്ങ ഉണ്ടാ? പെണ്ണ് പത്താത്ത കോളേജുങ്ങ ഉണ്ടാ? മുഖം തുറന്നിട്ട് സുബ്ഹാനല്ലാഹ് മുടിയും തുറന്നിട്ടല്ലേ പല പെണ്ണുങ്ങളെയും ബലസാട്ടം നടക്കിടെ പല നഗരിയിലും. ഇതാരാണ് പടിപാടി തന്നരെ? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാലങ്ങ ഉൾട്ടായി നിക്കടെ കാലങ്ങ വരൂ. പണ്ട് കാലത്ത് നോക്കറു, അടിയിലാണ് ലൈറ്റിങ് കത്തിയോണ്ടിന്ന് ഇണ്ടാ? സുബ്ഹാനല്ലാഹ്. മേലാണ് ലൈറ്റിങ്ങിനെ കത്തിരെ. പണ്ട് ചിമിണ്ട ലൈറ്റിങ് നോക്കുറ അടിയിലാണ് പൊന്തുരെ. ലാമ്പട ലൈറ്റിങ് നോക്കുറ അടിയിലാണ് പൊന്തുരെ. ഇണ്ടങ്ങനെയല്ല, മേലാണ് ലൈറ്റിങ് കത്തിരെ. കാര്യമെല്ലാം ഉൾട്ടായോണ്ട് പോയോണ്ടുള്ള കാലമാണ്. പണ്ട് 24 ഗಂಟಲು സുബ്ഹാനല്ലാഹ് ഞങ്ങളെ ഉമ്മമാർ വാഷിംഗ് മെഷീൻ്റെ സൊറ എടുത്തോണ്ടിന്നാറ്. ഞങ്ങളെ ഉമ്മമാർ ഫ്രിഡ്ജിയുടെ സൊറ എടുത്തോണ്ടിന്നാറ്. ഞങ്ങളെ ഉമ്മമാർ ഹോട്ടലിൻ്റെ സൊറ എടുത്തോണ്ടിന്നാറ്. അതിനിടക്കാണ് മക്കളെ ക്ലീനിങ്, അതിനിടക്കാണ് ഔത്ര ക്ലീനിങ്, അതിനിടക്കാണ് ഹദ്ദാദ് റാത്തീബ്, അതിനിടക്കാണ് പരിശുദ്ധമായ ഖുർആൻ, അതിനിടക്കാണ് സ്വലാത്തുൽ ദുഹാ. ഇണ്ടുണ്ടാ? ഒന്ന് പെണ്ണ് മോളിട്ട് കേട്ടു നോക്കൊരു മോളെ സൂറത്തുൽ മുൽക്കൊന്ന് ഓതിയേ. ആ മോളുക ചൊല്ലുകൊള്ള അബ്ബാ നാളെ എക്സാമാണ്, ടൈമില്ല. ദുനിയാവിടെ എക്സാമുകൾ ടൈം കണ്ടെത്തിയ പെണ്ണ് മോളും നാളെ ആഖിറത്തുള്ള എക്സാമുകളുടെ ടൈം കണ്ടെത്തിയില്ല. ദുരന്തമാണ്, ദുരന്തമാണ്. മുട്ടം കണ്ടതിന് വിശ്വസിച്ചു പോയാറ്. ഈ പഠിച്ചെങ്കിൽ അങ്ങ് വേർച്ചത് വല്ലാത്ത ജോബ് കിട്ടൂ, വല്ലാത്ത സാലറി കിട്ടൂ. പക്ഷേ മുഅ്മിനീങ്ങളെ ആഖിറത്തിൽ എത്തിപ്പെട്ടെങ്കിൽ ആ ജോബ് കണക്കല്ല, ആ സാലറി കണക്കല്ല. മുൻകർ നക്കീറുടെ മുന്നിൽ എത്തിപ്പെടുമ്പോ SLC സർട്ടിഫിക്കറ്റ് കേട്ടതായിട്ട് ചരിത്രത്തിലില്ല, BEd സർട്ടിഫിക്കറ്റ് കേട്ടതായി ചരിത്രത്തിലില്ല. ബികോമും BEdും MBAയുടെയും MAയുടെയും MCOMയുടെയും അതേ ഫാർമസിയുടെയും സർട്ടിഫിക്കറ്റ് കേട്ടതായിട്ട് ചരിത്രത്തിലില്ല, കേക്കടുമില്ല. അവിടെ കേക്കടെ സൂറത്തുൽ മുൽക്കുടെ സർട്ടിഫിക്കറ്റാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൂറത്തുൽ മുൽക്കുടെ പരിചയപ്പെടുത്തുമ്പോൾ ആ സൂറത്തുൽ മുൽക്ക് നാളെ ഖബറിൽ രക്ഷപ്പെടുത്തുന്ന സൂറത്ത് ചെന്നിട്ട് പരിപാടി തന്നരേ. നാളെ ഖബറിൽ സമയം പോണ, ടൈം പാസിംഗ് ഒന്ന് നടക്കണ, ഞങ്ങളെ കൂടെ ഒരു പാർട്ട്ണർഷിപ്പ് വേണ. ഓ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ മുൽക്കൊന്ന് ഓതി നോക്കൂ. ഈമാൻ കിട്ടി കൈക്കാല് പ്രകാശിച്ച് മുഖം പ്രകാശിച്ച് മരിക്കണ സൂറത്തു സജദ ഒന്ന് ഓതി നോക്കൂ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഇബാദത്തുമായി കഴിഞ്ഞുകൂട്ട ജീവിതമില്ലേ മുഅ്മിനീങ്ങളെ? ആ ജീവിതത്തിന് വല്ലാത്ത സമാധാനമാണ്. യാസീൻ ഓതിട്ടുള്ള 4 നോക്കൂ. സുബഹിയുടെ മുന്നിലുള്ള റവാത്തിബ് നിസ്കരിച്ചിട്ടുള്ള 4 നോക്കൂ. സുബഹി ഫർദ് ജമാഅത്ത് നിസ്കരിച്ചിട്ടുള്ള 4 നോക്കൂ. ളുഹാ നിസ്കരിച്ചിട്ടുള്ള 4 നോക്കൂ. ളുഹറുടെ മുന്നിൽ
മുന്നലും പിന്നെയും റവാത്തിബ് നിസ്കരിച്ചിട്ട് ജമാഅത്തായി നിസ്കരിച്ച 4 നോക്കൂ. അസറിന്റെ മുന്നലത്തെ റവാത്തിബും നിസ്കരിച്ചിട്ട് അസർ ജമാഅത്തായി നിസ്കരിച്ച 4 നോക്കൂ. മഗ്രിബിയുടെ മുന്നലും പിന്നെയുള്ള റവാത്തിബ് നിസ്കരിച്ചിട്ട് മഗ്രിബ് ജമാഅത്തായി നിസ്കരിച്ച 4 നോക്കൂ. ഇശായുടെ മുന്നലും പിന്നെയുള്ള റവാത്തിബ് നിസ്കരിച്ചിട്ട് ഇശാ ജമാഅത്തായി നിസ്കരിച്ച 4 നോക്കൂ. വിത്തറും നിസ്കരിച്ച 4 നോക്കൂ. അണ്ടത്തെ നാളത്തെ സമാധാനമുള്ള 4 ഞങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടില്ല. അതേ ടൈമിൽ ദുനിയാവിടെ എക്സാമിന്റെ ബാക്കിൽ പോകുന്ന 4, ദുനിയാവിടെ ടെൻഷന്റെ ബാക്കിൽ പോകുന്ന 4, സമ്പത്താക്കുക പോയ 4, ബിസിനസ് ആക്കുക പോയ 4, ദുനിയാവിലെ ടെൻഷൻ എടുത്ത് നടന്ന 4, അണ്ടത്തെ 4 വറക്ക് വന്നിറ. അണ്ടത്തെ 4 സമാധാനം കിട്ടിടാ കിട്ടല മുഅ്മിനീങ്ങളെ. ചൊന്നത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. മൻകാന ഹമ്മുഹു ഹമ്മൽ ആഖിറ കഫല്ലാഹു ഹമ്മദ് ദുനിയാ വൽ ആഖിറ. ഒരാളുടെ ടെൻഷൻ ആഖിറമായി തീണ്ട് കണ്ടെങ്കിൽ പിന്നെ അവനക്ക് ദുനിയാവിലെ ടെൻഷൻ പടച്ചറപ്പ് കൊടുക്കല. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഖബറുടെ ജീവിതം എങ്ങനെയ്ക്കു ചൊല്ല ടെൻഷൻ ഒന്ന് തുടങ്ങട്ടെ. ആഖിറത്ത് ജീവിതം എങ്ങനെയ്ക്കു ചൊല്ല ടെൻഷൻ ഒന്ന് തുടങ്ങട്ടെ. നന്റെ ഹിസാബ് എങ്ങനെയ്ക്കു ചൊല്ല ടെൻഷൻ ഒന്ന് തുടങ്ങട്ടെ. നന്റെ മീസാന്റെ അവസ്ഥ ഒന്ന് എങ്ങനെയ്ക്കു ചൊല്ല ടെൻഷൻ തുടങ്ങട്ടെ. നന്റെ ശഫാഅത്ത് അവസ്ഥയൊന്ന് എങ്ങനെയ്ക്കു ചൊല്ല ടെൻഷൻ ഒന്ന് തുടങ്ങട്ടെ. നന്റെ ഹൗദുൽ കൗസറുമായി ബന്ധപ്പെട്ട ടെൻഷൻ തുടങ്ങട്ടെ. നന്റെ സിറാത്ത് പാലയിൽ നടത്തം അത് എങ്ങനെയ്ക്കു ചൊല്ല ടെൻഷൻ തുടങ്ങട്ടെ. മുഅ്മിനീങ്ങളെ, ഇതും പേർച്ചിട്ട് 4 എടുക്കിടാറാ നിങ്ങ എങ്കിൽ ഓ മുഅ്മിനീങ്ങളെ, ദുനിയാവും രക്ഷപ്പെട്ടിട്ട് ആഖിറവും രക്ഷപ്പെട്ടിട്ട് അല്ലാഹു നമ്മ തൗഫീഖ് തരട്ടെ. മുഅ്മിനീങ്ങളെ, ഖിയാമത്ത് നാളിന്റെ അടയാളമായി പരിപാടി തന്ന ആനബിതങ്ങൾ ഉണ്ട്. പലതും ഞങ്ങൾ കണ്ട. അണ്ട് ദുബൈയില്ല, GCC ഇല്ല, ഒരു കൺട്രിയും ഇല്ലാത്ത കാലത്ത് വെറും മരുഭൂമിയുള്ള കാലത്താണ് നബിതങ്ങൾ ചൊല്ലേ. ഇനിയൊരു 4 പറകൊണ്ടു. ആ 4 ഫക്കീരന്മാരായ ആൾമാർ അങ്ങളെ കയ്യിലും പൈസ ആയിട്ട് വലിയ 800 മീറ്ററും 1 കിലോമീറ്ററും വലിയ ഉള്ള ബിൽഡിങ്സ് കെട്ടുകൊള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്നത് നടന്നു പോയില്ലേ. ഇന്ത്യ ഏറ്റവും വലിയ കെട്ടിടമുള്ളത് ബുർജ് ഖലീഫയല്ലേ, ദുബൈയിലല്ലേ ഉള്ളേ. അതിനാണ്ടി വലിയത് പറകു പോയോണ്ടില്ലേ സൗദിയിൽ. ഇങ്ങനെ തുടങ്ങി ഞങ്ങളെ പണ്ടത്തെ അറബിമാരായ ഫക്കീരന്മാരായ ആൾമാർ വലിയ സമ്പത്തുള്ള ആൾമാരാവാണ്ട് ഈ ലോകത്ത് ഖിയാമത്ത് നാൾ നടക്കലാ ചൊന്ന നേതാവ് ആ ദൃശ്യത്തിന് ഞങ്ങൾ സാക്ഷിയായില്ലേ. 1500 വർഷം മുന്നിൽ നബിതങ്ങൾ ചൊന്നതാണ്. ഈസാ നബി അലൈഹിസ്സലാം ഡമാസ്കസിലുള്ള അതേ പള്ളിയുണ്ട്. ആ പള്ളിയുടെ ബെൽത്തമിനാരമുണ്ട്. ആ ബെൽത്തമിനാരത്തറുകിലാണ് ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങി വേണ്ടേ. ആ ചൊല്ലുടെ കാലത്തിൽ ഡമാസ്കസ് ഇല്ല മുഅ്മിനീങ്ങളെ. ഡമാസ്കസ് വന്നത് ഉമയ്യ ഖിലാഫത്തിലാണ്. അണ്ടരേ സുബ്ഹാനല്ലാഹ്, സിറിയത്തെ കിങ്കടമായിട്ടാണ് ഡമാസ്കസ് വന്നേ. നബിതങ്ങൾ ചൊന്ന ഡമാസ്കസിന്റെ പശ്ചിമ ഭാഗത്തിൽ ഇണ്ട് പള്ളി വന്നില്ലേ, വൈറ്റ് മിനാരം വന്നില്ലേ. ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങൂ. ആ മനുഷ്യന്മാർ അവിടെ കാത്തോ ഇല്ലേ. ഇത് മുഅ്ജിസത്തുൽ നബികളാണ്ട് ലോകത്ത് ഒരാൾക്കെങ്കിലും ചൊല്ലുക സാധിക്കുക. ആ നേതാവിടെ കുഞ്ചിയുടെ മേല് കാല് വെച്ചിട്ടാണ് സഫിയ റളിയല്ലാഹു അൻഹ വണ്ടിയുടെ മേല് പത്രേ. ഒരു നാളുണ്ട് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഔത്തിൽ ഇങ്ങനെ തെക്കുമ്പോ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ ഔത്തുടെ ചോറ് നബിതങ്ങൾ ഔത്തുക വന്ന് ഇത് കണ്ടപ്പോ ആയിഷ റളിയല്ലാഹു അൻഹക്ക് വല്ലാത്ത അർസ വന്ന് നണ്ട ഔത്തുൽ നബിതങ്ങയിക്കുമ്പോ നാണ് പിട്ടുകൊളിച്ച് വെച്ചിട്ടിക്കുമ്പോ നാണ് ഇറച്ചിയുടെ കരിയുമാ കിട്ടിക്കുമ്പോ ഉമ്മു സലമ ആരാണ് നണ്ടൗത്തുക ആഹാരം കടത്തുകൂ. അതേ ആയിഷ റളിയല്ലാഹു അൻഹ അർസത്തിൽ പോയിട്ട് താൻ ഉണ്ടാക്കിയ ആഹാരം നബിതങ്ങളെ മുന്നിൽ വെച്ചിട്ട് കയ്യിലൊരു കല്ലുമെടുത്തിട്ട് നബിതങ്ങൾ തിണ്ടോണ്ടുള്ള പ്ലേറ്റ് ഒരു ചപ്പലാണ്. പ്ലേറ്റ് പൊടി പൊടിയാ. സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹി അർസബന്തയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ബഗ്ഗി പറക്കുക തുടങ്ങില്ലേ. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ കടത്തി കൊടുത്ത പ്ലേറ്റ് അംശങ്ങ ബഗ്ഗി പറക്കുക തുടങ്ങിയിട്ട് എന്നിട്ട് കൂടെയുള്ള അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ചൊന്തു, ഓ അനസേ ഗാറത്തുമ്മുകി, അനസേ നിന്റെ ഉമ്മ അർസം വന്നത് ജാഗ്രതാക്ക്.
അനസ് നബി തങ്ങളെ ഖാദിമാണ്, ചെറിയ മോനാണ്. അനസിനെ സംബന്ധിച്ചിടത്തോളം ആയിഷ റളിയല്ലാഹു അൻഹായുടെ മോനാണ്, സ്വന്തം മോനല്ല എങ്കിലും ഔത്തിൽ മോനായിട്ട് വരുന്ന ആളാണ്. അനസിട്ടാണ് ചൊല്ലേ ഉമ്മു കർസ വന്നത് ജാഗ്രതാക്ക്. അങ്ങനെ പ്ലേറ്റർ എല്ലാ അംശങ്ങളും പറക്കിയിട്ട് അതിനെ കെട്ടാക്കിയിട്ട് ആയിഷ ബീവിയുടെ കൈക്ക് ഇങ്ങനെ കൊടുക്കൊടു. ആയിഷ പൊട്ടുവാട്ടിയ പ്ലേറ്റ് നെക്കിക്കെട്ട്, ഈ നീ തന്ന പ്ലേറ്റ് ഉണ്ടല്ലോ ഇത് ഉമ്മു സലമക്ക് കെട്ട്, കാരണം ഉമ്മു സലമ നക്കെടുത്തിയത് നല്ല പ്ലേറ്റാണ്, നീ അല്ലേ പൊട്ടുപാട്ടിയെ, അതുകൊണ്ട് പ്ലേറ്റ് പകരം പ്ലേറ്റ് നാണ് കൊടുക്കൂടെ ആയിഷ റളിയല്ലാഹു അൻഹാ. എന്തൊരു സമാധാനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ ഒരടിമക, ഒരു പെഞ്ഞായിക, ഒരു ഉമ്മക അല്ലെങ്കിൽ ഒരു സ്വഹാബിക പറഞ്ഞതായി ചരിത്രത്തിൽ കാണുക സാധ്യമല്ല. ഒരു പറച്ചല് പോലും പറഞ്ഞ നേതാവല്ല. എന്തേ അതങ്ങനെ പണ്ടേ, എന്തേ ആ സ്വഭാവം പണ്ടേ? നാണൊന്നുമല്ല ചൊല്ല ചിന്തയാണ് മുഅ്മിനീങ്ങളെ. അല്ലാഹു ഞങ്ങളെ ആ കൂട്ടത്തിൽ പെടുത്തിട്ട് രണ്ട് പ്രസംഗം നാണിപ്പാട്ടിയോണ്ട് വന്ന മുഅ്മിനീങ്ങളെ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ യഥാർത്ഥ മുഹിബ്ബീങ്ങാവുള്ള പ്രയത്നം നടത്തണു. അപ്പോൾ നാണ് ചൊന്ന അബ്ദുൽ ഹവാനായി പോകുതീറ, തടി ചൊല്ലതുപോലെ കേക്കിടാൽമാരായി പോകുതീറ. രണ്ടാമത്തെ അടയാളമായി, രണ്ടാമത്തെ ആളായി ഇമാം ഗസാലി ചെന്നത് അബ്ദുദ്ദീനാർ, ദീനാറിന്റെ ആള്, പൈസത്തെ ആള്, എവിടെയൊക്കെ പോകുമ്പം പറമ്പം പൈസ കണക്കിട്ട ആള്. പെഞ്ഞായി ചൊന്നാല് 2 കിലോ ടൊമാറ്റോ കൊമ്പറില്ലേ അപ്പമേ തരളുൽക്ക് കാൽക്ക് പ്രവർത്തിച്ചിട്ടായിട്ട് കാൽക്കുലേറ്റർ 2 കിലോ ടൊമാറ്റോ 80 രൂപ. സുബ്ഹാനല്ലാഹ്, 80 രൂപ ടൊമാറ്റോ റെഡിയല്ല. ഓരോന്നും കണക്കിട്ട മനുഷ്യന്മാരില്ലേ മുഅ്മിനീങ്ങളെ, പൈസത്തെ ആൽമാർ. ഈ ആൽമാരില്ലേ ഇങ്ങ അള്ളാഹുടെ സ്വർഗത്ത് കടക്കിട ആൽമാരല്ല, പ്രതിയൊന്നുകും പൈസത്തെ കണക്കിട്ട ആൽമാർ. അബ്ദുദ്ദീനാർ. മൂന്നാമത്തെ ആളെ എണ്ണിയില്ല അബ്ദുൽ സൗജ, പെഞ്ഞായിയുടെ ആള്. പെഞ്ഞായിട്ട് നല്ല ബന്ധമേണു, ശരിയാണ്. പെഞ്ഞായിട്ട് നല്ല മുണ്ടാട്ട വേണു, കറക്റ്റാണ്. പെഞ്ഞായുടെ എല്ലാ വിളിച്ച പോണ്ട ജാഗത്തേക്ക് വിളിച്ച പോണു, കറക്റ്റാണ്. അവളുടെ ഫിർസത്തിൽ നോക്കണു, കറക്റ്റാണ്. അതേ ടൈമുലുദ്ദീൻ്റെ വിഷയം പറയുമ്പോ പെഞ്ഞായുടെ അതേ അനുകരിക്കട ചില അതേ മാപ്പുലമാറുള്ളാറ്. സുബ്ഹാനല്ലാഹ്. മോനുക്ക് സ്കൂൾ ഡേ ആണ്, അതേ സ്കൂളിൽ ചൊന്നാറ് മോനുക്ക് അതേ ചട്ടിയിട്ടെങ്കിലേ ഞങ്ങൾ ഡാൻസ് ആക്ക് പാട്ടേ, ചട്ടിയിട്ടെങ്കിലേ ഓട്ടത്തെ മത്സരാക്ക് പാട്ടേ. അപ്പതാ പെഞ്ഞായ അവള് ചൊന്നാല് ചെറിയ മോണല്ലേ ആക്കട്ടെ. അവിടെയാണ് മാപ്പിളയായവണു തൻ്റെ ആണത്വം പൊട്ടിട്ടതേ പെഞ്ഞായുടെ പലകത്തുകപ്പുടെ ആവട്ടെ, നടക്കട്ടെ. സുബ്ഹാനല്ലാഹ്. മുഅ്മിനീങ്ങളെ, 10ാം ക്ലാസ് കഴിഞ്ഞ് 8ാം ക്ലാസ് കഴിഞ്ഞ് 6ാം ക്ലാസ് കഴിഞ്ഞ് ഒരു പെണ്ണുമോളു ഔറത്ത് മറക്കുക നിർബന്ധമല്ലേ മുഅ്മിനീങ്ങളെ? ആണുമോണു ഔറത്ത് മറക്കുക നിർബന്ധമല്ലേ? അവിടെ എങ്ങനെയാണ് നീ പെഞ്ഞായുടെ പലക്കം കേക്കിടെ? ഓന്റെ വകയാണ് അതേ ഹദീസിലും ഖുർആനിലും കാണ്ട് ഓൻ പക്ക പെങ്കൂസാണ്. ദീന്റെ വിഷയത്തില് കരട്ട് നിക്കുന്ന അവിടെ നിക്കാണ്ട് പെഞ്ഞായുടെ അനുസരിക്കുന്ന ആളില്ലേ, അവന്റെയാണ് പെങ്കൂസാണ്ട് ചൊല്ലനായത്. അല്ലാണ്ട് ഒരാൾ വല്ലാണ്ട് പിർസം കാട്ടറ് ശർഈയായ പിർസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ വിട്ട് കാട്ടിയ പിർസേന്ദ്ര. സുബ്ഹാനല്ലാഹ്. ഒരു ലോട്ട തന്നി കുടിച്ചിട്ടുണ്ട് കണ്ടെങ്കിൽ അപ്പം നബി തങ്ങൾ അവിടെ എൻ്റർ ആവുണ്ടാ. എന്നിട്ട് ആയിഷ വിട്ടേക്ക് ആയിഷ നീ ഏത് ഭാഗത്തിലാണ് തന്നി കുടിച്ചത് ഞാൻ ഉടാണ്ട് കാട്ടു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ലോട്ട് എടുത്തിട്ട് അവിടേക്ക് ബായി വെച്ച് കുടിക്കൊണ്ടാണ്. ഇതിലെ ചില മാമിമാറും ചില കാക്കമാറും വേർച്ചത് ഓണെന്തല്ല പെഞ്ഞായുടെ ആളായിടൻ, അത് പെഞ്ഞായുടെ ആളെന്ന് ചൊല്ലല്ല, അത് അന്യോന്യ സംബന്ധാണ്ട് ചൊല്ലേ, അതുക്കാണ് നല്ല കുടുംബ ബന്ധാണ്ട് ചൊല്ലേ. അതേ ടൈമിൽ പെണ്ണിടെ ആളവിടെപ്പാ ദീന്റെ വിഷയത്ത് എതിരായിട്ടൊരു പെണ്ണ് ചൊല്ലുമ്പോൾ ആ പെണ്ണ് ചൊല്ലതുപോലെ കേൾക്കേണ്ടതില്ലേ, അതാണ് ശരിക്കുള്ള പെങ്കൂസൻ. അള്ളാഹു ഞങ്ങളെ കാക്കട്ട്. നല്ല പലക്കം നാം നിപ്പാട്ടി ഉണ്ടല്ലോ 10 കണ്ടായുണ്ട് വന്ന്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ അവസാനം വിജയിക്കട വരാളുണ്ട്, അതാണ് അബ്ദുല്ലാഹ്, അള്ളാഹുടെ അടിമ ചൊല്ലത്. അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട പേരാണ് അബ്ദുല്ലാഹ്. എവിടെ നോക്കൂ നിങ്ങ നബി തങ്ങൾക്ക് വലിയ വലിയ സ്ഥാനം കൊടുത്തുറ ചൊന്നിട്ട് എവിടെല്ലാം ഖുർആനിൽ ചൊന്നുറ അവിടെയെല്ലാം പ്രയോഗാക്കിയത് അബ്ദ് അബ്ദ് ഉണ്ടാണ്. ഞങ്ങൾ ഇന്നലെ വെള്ളിയാഴ്ച ഓതിയ സൂറത്തുൽ കഹഫ് നിങ്ങൾ ഒന്ന് എടുത്തു നോക്കൂ. അൽഹംദുലില്ലാഹില്ലദീ പിന്നെ സൂറത്തുൽ കഹഫിന്റെ തുടക്കം അൻസൽനാ അലാ അബ്ദിഹി ചൊന്നിട്ടുള്ള ആ അൻസൽനാ അലാ അബ്ദിഹി ഖുർആൻ 2 അടിമയുടെ മേൽ നാം ഇറക്കി കൊടുത്ത
സുബ്ഹാനല്ലാഹ്. നബി തങ്ങൾ കിട്ടിയ ഏറ്റവും വലിയ അത്ഭുതമല്ലേ ഇസ്രാ മിഅ്റാജ്. ഇസ്രാ മിഅ്റാജ് ചൊല്ലി ഏറ്റവും വലിയ പദവി എത്തിയപ്പ ഒരു മനുഷ്യരുടെ ഏറ്റവും വലിയ പേരിലല്ലേ വിളിക്കുവാനായ അവിടെ പോലും ഖുർആൻ അഭിസംബോധനക്കിടെ സുബ്ഹാനല്ലദീ യസ്റാ ബിഅബ്ദിഹി. എത്ര മേലെ ഉയർന്നെങ്കിലും എത്ര താഴ്ന്ന സ്ഥലത്തേക്ക് വന്നെങ്കിലും അവിടെയെല്ലാം നബിതങ്ങളെ പദവി ഒന്നാണ്. ആ പദവിയുടെ പേരാണ് അബ്ദ്. അള്ളാഹുടെ ആളാ അവിടെ ചൊല്ലതുണ്ടല്ലേ മുഅ്മിനീങ്ങളെ, അത് വിജയിച്ച കൂട്ടരാണ്. അത് 1000-ൽ ഒന്നേക്കൂ, 100-ൽ ഒന്നേക്കൂ. പരിശുദ്ധമായ ഖുർആൻ അതിന്റെ ബഗ്ഗയല്ലേ ചൊന്നരെ വഖലീലും മിനൽ ആഖിരീൻ. കൊറിയ ആൾമാരെ അവസാന കാലത്ത് അബ്ദുല്ലാഹ് ചൊല്ലുകിക്കുക. ഈ അബ്ദുല്ലാഹ് അള്ളാഹുടെ അടിമയായിട്ട് ചൊല്ലതിൽ അടയാളം എന്തരേ? നുപ്പാട്ടനാണ് ഞങ്ങളെ തടിയുടെ ആൽമാർ ചൊല്ലയിക്കുള്ള അടയാളം നാ പലതും ചൊന്നില്ലേ? എങ്കിൽ പടച്ചറബുടെ ആൽമാർ ചൊല്ലയിക്കുള്ള അടയാളം എന്തരയാണ്? ഒന്നാമത്തെ അടയാളം അവനുക്ക് വല്ലാത്ത തവാദു ഇക്കടതാണ്. നാനൊന്നുമല്ല ചൊല്ല ചിന്തം പണ്ടതാണ്. നാണല്ലാഹുടെ അടിമ ചൊല്ല ചിന്തം പണ്ടതാണ്. ഈ ചിന്തം ബന്ത പിന്നെ കുടുംബത്തിൽ പിണക്കമില്ല. ഈ ചിന്തം ബന്ത കമ്മിറ്റിൽ പിണക്കമില്ല. ഈ ചിന്തം ബന്ത സംഘടനയിൽ പിണക്കമില്ല. നാണ് ചൊല്ലുമ്പോഴല്ലേ നോട്ടീസിൽ പോസ്റ്റ് അതേ പേര് വരാണ്ടിക്കുമ്പോ തൊന്തരയാവിടെ. നാണ് ഇക്കുമ്പോഴല്ലേ പ്രസിഡന്റ് ആയില്ലെങ്കിൽ ബേജാറാവിടെ. നാണിക്കുമ്പോഴല്ലേ ഔത്തുൽ എന്തെങ്കിലും ആയെങ്കിലും അതേ മനസ്സ് ബേജാറാവിടെ. നാണ് ചൊല്ല സാധനം ഞങ്ങൾ എടുത്ത് കളഞ്ഞാണ്ട് കണ്ടെങ്കിൽ മഹാന്മാർ ചൊന്നത് ഹത്തിം സ്വനമക്ക മോനെ, നിന്റെ ഉൽഗനീന് പൂജാക്കിയോണ്ടുള്ള നിന്റെ തടിയുണ്ട്. ആ തടിയൊന്ന് നീ പൊളിച്ചിട്ടിടണോ. നിന്റെ തടിയുടെ പൂജാക്കിട ആള് നീനാവകുതീറ. നീന് പടച്ചറബുടെ പൂജാക്കിട ആളാവണോ. നിന്റെ തടിയുടെ പൂജാക്കിട ആളാവകുതീറ. അബ്ദുല്ലാഹുടെ ഒന്നാമത്തെ അടയാളം സ്വന്തം തടിയുടെ അർത്ഥകളയുടേതാണ്. നാണൊന്നുമല്ല ചിന്ത പണ്ടതാണ്. ആ ചിന്തമാണ് അബൂബക്കറിന് സിദ്ദീഖ് വന്ന്. ആ ചിന്തയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് വന്ന്. അതുകൊണ്ടാണ് സ്വന്തത്തെ തടിയുടെ ഓർമ്മയാക്കുകയായിട്ട് ഇനൊരാളെ ശമ്പളം കൊടുത്തിട്ട് നിയമിക്കടേ. ഉമരെ നീ നാളെ മരക്കുകൊണ്ടു, ഉമരെ നീ നാളെ മരിക്കുകൊണ്ടു. ഈ ചിന്ത ഉമർ ഇബ്നുൽ ഖത്താബിന്റെ മനസ്സിൽ പലപ്പോഴും ഇങ്ങനെ ഇട്ട് കൊടുക്കുകയായിട്ട് ശമ്പളം കൊടുത്തിട്ട് ഒരാളാകിത്ത് മാത്രമല്ല മരിക്കൂ കിടക്കുമ്പോ പോലും സ്വന്തം തടിയുടെ ബഗ്ഗ നോക്കാണ്ട് ചുറ്റുള്ള ആൽമാരുടെ കേട്ടിട്ട് നിസ്കാരത്തെ ടൈമായിത്താ. സ്വന്തം തടിയുടെ നമ്പരത്തെ ഓർമ്മയില്ല. മുതുഭാഗത്തിൽ പമ്പിൽ തന്നെ പോണ്ടതുപോലെ ചാര പോയോണ്ടുള്ള തടിയും വെച്ചിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് കൂടെയുള്ള ആൽമാരുടെ കേക്കിടെ നിസ്കാരത്തെ ടൈമായിത്താ. എന്തേ കാരണ? അബ്ദുല്ലായിട്ട് തീനാരങ്ങ. അബ്ദുല്ല ചൊല്ലതിന് രണ്ടാമത്തെ അടയാളമായി മഹാന്മാർ ചൊന്നാറ് അവന്റെ ജീവിതത്തിൽ ഇത്തിബാഉ സുന്നത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ലാസ്റ്റ് പോയിന്റ് ആണ് മുഅ്മിനീങ്ങളെ, ഞങ്ങൾ പടച്ചറബുടെ അടിമ ചൊല്ലയ്ക്കുള്ള രണ്ടാമത്തെ അടയാളമാണ് നബി തങ്ങളെ സുന്നത്ത് ജീവിതത്തിൽ ഞങ്ങൾ ഇത്തിബാക്കുക. ആ ഇത്തിബാ ഉണ്ടാ ഇല്ലേ ചൊല്ലുന്ന ആലോചന കറൂ. ഏത് സുന്നത്തും ചെറുതായി കാണുള്ളതല്ല, എല്ലാ സുന്നത്തും വലുതാണ് മുഅ്മിനീങ്ങളെ. മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു ശറഹുൽ മുഹദ്ദബിൽ ചൊന്നില്ലേ, ശറഹ് മുസ്ലിമിൽ ചൊന്നില്ലേ, മോനെ ചെറിയതായ ഒരു കാര്യത്തെയും ഒരു നല്ല കാര്യത്തെയും നീ ചെറുതായി കാണണ്ട. ചിലപ്പോ ആരെങ്കിലും മരിച്ചപ്പോ അങ്ങളെ ഖബറടക്കുമ്പോ മണ്ണിട്ട് കാര്യമായിട്ടിക്കൂ. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്റിജുകും താറത്തൻ നുഖ്റാ ചൊന്നിട്ട് 3 പിടി മണ്ണിടലില്ലേ. ഈ മണ്ണിട്ടതും ചെറുതായി കാണണ്ട. കാരണം നാളെ ആഖിറത്തിൽ നിന്റെ മീസാന് തൂക്കുമ്പോ 50 തിന്മ കഴിക്കുമ്പോ 50 വടക്ക് കഴിക്കുമ്പോ അവിടെ അതാ 40 ഒലിമ്പോ അതേ നന്മ മാത്രം ഇക്കുമ്പോ നിന്റെ രക്ഷപ്പെടുത്തരുത് നീന് ഖബറികിട്ട മണ്ണുങ്ങായിട്ടിക്കൂ. ഇമാം നവവി റളിയല്ലാഹു അൻഹു നിസ്കാരത്തിൽ ചില ആൽമാർ അശ്രദ്ധമായി കിടക്കിട 4 സുന്നത്തുകൾ ചൊന്തു മുഅ്മിനീങ്ങളെ.
ഈ വാത് കേട്ടുപോകുള്ളതല്ല. ഞങ്ങളുടെ ജീവിതത്തിൽ ആയത്ര സുന്നത്ത് പാലനാക്കുള്ള പ്രയത്നം നടത്തണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു ശറഹുൽ മുഹദ്ദബിൽ ചൊന്നില്ലേ, പരിപാടി തന്നില്ലേ, 4 സുന്നത്തുകൾ പലരും അശ്രദ്ധമായോണ്ടുള്ളാറ്. അതിലൊരു സുന്നത്താണ് നിസ്കാരത്ത് കൈകെട്ടുമ്പോ പലരും ആ സുന്നത്ത് വിട്ടുകൊണ്ടുള്ളാറ്. നിസ്കാരത്ത് കൈകെട്ടുക തുടങ്ങുമ്പോ അല്ലാഹു അക്ബർ ഉണ്ട് ഞങ്ങൾ ചൊല്ല, അത് കൈ വൈത്തുമ്പമേ അല്ലാഹു അക്ബർ ചൊല്ലുക തുടങ്ങണു. അക്ബർ ചൊല്ലുമ്പോ കൈ ഉടകത്തിട്ടിക്കണു. ഇങ്ങനെ അല്ലാഹു അക്ബർ ഉടക തക്ബീർ തീന്തു മുഅ്മിനീങ്ങളെ, ഇതാണ് സുന്നത്ത്. പിന്നെ തക്ബീരില്ല. ഈ സുന്നത്ത് പലരും എടുക്കലില്ലാണ്ടാണ് ഇമാം കംപ്ലൈന്റ് ചെന്നുകൊണ്ടുള്ള. ശരിയല്ലേ? ആരും ശ്രദ്ധിക്കാത്തൊരു വിഷയാണ്. ഉഡ്രിങ്ങനെ ഉയർത്തുക തുടങ്ങുമ്പോ അല്ലാഹു അക്ബർ, ഇതാണ് ശരിയായ സുന്നത്ത്. അതേ ടൈമിൽ ഞങ്ങൾ എല്ലാവരും ആക്കിടത് എങ്ങനെയാണ്? അല്ലാഹു അക്ബർ കൈകെട്ടിട്ട് 5 മിനിറ്റ് ആയാൽ പിന്നെയാണ് അക്ബർ തീർന്നുകൊണ്ടുള്ളേ. ഇത് ശരിക്കുള്ള സുന്നത്തല്ല. രണ്ടാമത്തെ സുന്നത്തായി മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു ചൊന്നു. രണ്ടാമത്തെ സുന്നത്ത് നിസ്കാരത്തിൽ അശ്രദ്ധമായി കണ്ടത് ഇസ്തിറാഹത്ത് ഇരുത്തമാണ്. നിസ്കാരത്തിൽ അത്തഹിയാത്തല്ലാണ്ട് എണിക്കുമ്പോ അത്തഹിയാത്തില്ലാണ്ട് എനിക്ക് കൊണ്ടല്ലേ, അത്തഹിയാത്തില്ലാത്ത റക്അത്തിൽ മേലെണിക്ക് കൊണ്ടല്ലേ, അവിടെ 2 സുജൂദായി മേലെണിക്കുമ്പോ ഒരു കൊറിയനാര തെച്ചിട്ടാണ് എനിക്കൊണായത്. കൊറിയനാര ചെന്നെങ്കിൽ 5 മിനിറ്റ് എന്തുമല്ല, 1 മിനിറ്റ് എന്തുമല്ല, അര മിനിറ്റ് എന്തുമല്ല, ഒരു 1/4 മിനിറ്റ് എങ്കിലും അവിടെ തെച്ചിട്ടാണ് എനിക്കൊണായത്. ആ സുന്നത്ത് പലരും വിട്ടുകൊണ്ടുള്ളാറ്. 2 സുജൂദിലെയും അതേ എനിക്കുമ്പോ ആ സുജൂദിൽ എണിച്ചിട്ടിങ്ങനെ തെച്ചിട്ടാണ് മേലുകനിക്കോണായത്. അതാണ് സുന്നത്ത്. ഈ സുന്നത്തിന്റെ പലരും നഷ്ടപ്പെടുത്തിയോണ്ടുള്ളാറ്. മൂന്നാമത്തെ സുന്നത്തായി മഹാൻ പരിപാടി തന്നത് തസ്വിയത്തു സുഫൂഫ്. നിസ്കാരത്തിന് നിൽക്കുമ്പോ പലരും സഫ് ശ്രദ്ധിക്കലില്ല, മടമ്പ് ശ്രദ്ധിക്കലില്ല, ഗ്യാപ്പ് ശ്രദ്ധിക്കലില്ല. പല മഹല്ലും തകർന്നു പോകുള്ള പ്രധാനപ്പെട്ട കാരണം സഫുങ്ങ ശരിയാകാത്തത് കൊണ്ടാണ്. നബിതങ്ങൾ പരിപാടി തന്നില്ലേ, സഫുൽ ഗ്യാപ്പ് വന്നു പോയി തീണ്ട് കണ്ടെങ്കിൽ ആ റായത്തിൽ പിന്നെ ഭിന്നിപ്പുങ്ങ പറൂ, അനൈക്യത്തങ്ങ പറൂ, തകർച്ചങ്ങ പറൂ, മനസ്സുകൾ ഭിന്നത്തെ പറൂ. അതേ ടൈമിൽ ഒരാൾ ഗ്യാപ്പുള്ള ജാഗത്തിൽ പോയി മനസ്സ് കാട്ടിയിട്ട് നിണ്ടാണ്, ഫാനൊന്നും നോക്കാണ്ട് ലൈറ്റൊന്നും നോക്കാണ്ട് പടച്ചിറപ്പുകുവേനായി നിസ്കാരത്ത് സഫ് റെഡിയാക്കി നിണ്ടാണ്. ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, അവന് കൊടുക്കുന്ന ഓഫറാണ്. ഇമാം തബ്റാനി ഉദ്ധരിക്കുന്ന ഹദീസാണ്. സ്വർഗത്തിൽ നാളെ അവനുകൊരു അവരടിയാണ്. അതിനർത്ഥം ഈമാൻ സലാമത്തായി അവന് മരിക്കുവാണ്ടാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. നാലാമത്തെ സുന്നത്തായി മഹാൻ പരിപാടി തന്നത് പലരും ജമാഅത്ത് തുടങ്ങിയിൽ പിന്നെ വണ്ടാറ്. ആ ജമാഅത്ത് തുടങ്ങിയിൽ പിന്നെ പറയുമ്പോ ഇമാം റുക്കൂ എത്ര മുന്നിലാണെന്ന് എത്തിപ്പെടണം ചെന്നിട്ടാണ് പണ്ട് പറമ്പോ ഓടിയുണ്ടാണ് പണ്ട്. പലരും ജാരി പൂളലുണ്ട് മാട്ടില്ലാത്ത പള്ളിയില്. ഈ ഓടി പണ്ടതുണ്ടല്ലേ സുന്നത്തല്ല മുഅ്മിനീങ്ങളെ. ഇമാം റുക്കൂക്ക് പോവട്ട് തൊന്തരയില്ല. ജമാഅത്തുക പറയുമ്പോ അതിലെ സുന്നത്തും അതിലെ മര്യാദ എങ്ങനെയാണ്? സാവധാനത്തിൽ പണ്ടതാണ്. ഇങ്ങനെ ഒരു നിസ്കാരത്തിൽ ശ്രദ്ധിക്കണായ സുന്നത്താണ് 4 സുന്നത്തുക മഹാനായ ഇമാം നവവി എണ്ണി ചൊല്ല്. ഇങ്ങനെ സുന്നത്തുക പാലിച്ചിട്ടുള്ള ലൈഫ് ഉണ്ടാ മുഅ്മിനീങ്ങളെ. മാസാല അബ്ദി ബിന്നവാഫിനി യഖ്റുബു ഹത്താ അകൂന ലഹു യദൻ വഅർജുലാ വസംഅ മിൻഹു ثم عينا باصرا أي مثل ذلك في المطالب هربلا. ഒരാൾ കൈ കൊണ്ടെടുക്കാനായ സുന്നത്തെടുക്കടാ, കണ്ണ് കൊണ്ടെടുക്കാനായ സുന്നത്തെടുക്കടാ, നാവ് കൊണ്ടെടുക്കാനായ സുന്നത്തെടുക്കടാ, തല കൊണ്ടെടുക്കാനായ സുന്നത്തെടുക്കടാ. മുടിയുള്ള മക്കളെ വെക്കണമെങ്കിൽ ഒരുപോലെ വെക്കറൂ. റസൂലുള്ളാഹിയുടെ സുന്നത്ത് അതിലുണ്ടോ? വെക്കാത്തങ്ങ ഒരുപോലെ വെക്കാണ്ടിക്കറൂ. അല്ലാണ്ട് റസൂലുള്ളാഹിയുടെ സുന്നത്തും ധിക്കരിച്ചിട്ട് ഒരു ഭാഗം മാത്രം ചെത്തിയിട്ട് ഒരു ഭാഗം മാത്രം വെച്ചിട്ട് റസൂലുള്ളാഹിയുടെ പരിഹസിക്കട പോലത്തെ മക്കങ്ങായി പോണ്ട. ചെറിയ ചെറിയ തിന്മങ്ങായിട്ട് പലപ്പോഴും ഞങ്ങളുടെ ഈമാൻ കളയുടെ. റസൂലുള്ളാഹി
റസൂലുള്ള മുടി വെച്ചോണ്ടില്ലಂತ വെച്ചോണ്ടിന്ത് അധിക കാലവും റസൂലുള്ളാടെ മുടി നല്ല ബോത്തലായിട്ടിന്താണ് ചിലപ്പോ കുഞ്ചു തോല് എത്ര മുടിയുണ്ട് കാതര മേലെ എത്ര തോല് മുടിയുണ്ട് കാതര കുട്ടി തോല് എത്ര മുടിയുണ്ട് ആ മുടിക്ക് വറുന്നാല് പുട്ട് വറുന്നാല് എണ്ണ ഇടലുണ്ടോ ഇടത്തെ കൈക്ക് എണ്ണയും വീത്തിയിട്ട് ആ എണ്ണയുടെ വലത്തെ കയ്യിൽ ഇങ്ങനെ പരട്ടിയെടുത്തിട്ട് ഫസ്റ്റ് കിട്ടത് കുറുബ് കാണും മുഅ്മിനീങ്ങളെ പിന്നെ ഇട്ടത് കണ്ണിടറപ്പ കാണും പിന്നെ ഇട്ടത് തലക്കാണ് മുഅ്മിനീങ്ങളെ നിങ്ങൾക്ക് മുടിയുണ്ടാ റസൂലുള്ള ചന്തു പല്ലിക്കുരിമു ശഅറാ അവന്റെ മുടിനോണ് ബഹുമാനിക്കട്ടെ രണ്ട് പലക്കം നാനിപ്പാട്ടിയോണ്ട് വന്ന് രണ്ട് കണ്ണുങ്ങ സുന്ദരമായത് തന്നില്ലേ മുഅ്മിനീങ്ങളെ ആ കണ്ണുകൊള്ള സുന്നത്തില്ലേ സുറുമയിടത് എല്ലാ ജാവുകും നബിതങ്ങൾ ഈ രണ്ട് കണ്ണുകും രണ്ട് പാട്ട സുറുമയിടൂ മൂന്നാമത്തെ സുറുമ മുറി കഡ്ഡിയിലെടുത്തിട്ട് ആ മൂന്നാമത്തെ പാട്ടം രണ്ട് കണ്ണ് കൊർക്കലേ ഇടൂ ഇങ്ങനെയാണ് നബിതങ്ങളെ സുറുമയിട്ട രീതി ഇത് കണ്ണുക്ക് ശക്തി കൂട്ടുകയും കണ്ണുക്ക് ദൃഷ്ടി കൂട്ടുകയും നല്ലതുണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പടിപാടി തന്നരെ ഞങ്ങളുടെ കൈങ്ങയില്ലേ മുഅ്മിനീങ്ങളെ ഉളുവെടുക്കുമ്പോൾ നീട്ടിക്കൈകളുള്ളതാണ് ഞങ്ങളുടെ മുഖമില്ലേ മുഅ്മിനീങ്ങളെ ഉളുവെടുക്കുമ്പോൾ നീട്ടിക്കൈകളുള്ളതാണ് എത്ര കൽകണോ ഈ അടിഭാഗം കൽകിയിട്ട് ഈ പെരടിയുടെ രണ്ട് ഭാഗമില്ല ഇതും കൽകണോ ഇത് സുന്നത്താണ് എന്തേ കാരണം നാളെ ആഖിറത്തിൽ ഞങ്ങൾ ഐഡന്റിഫൈ ചെയ്യപ്പെടുന്നത് ഞങ്ങളെ യാറത്തെ ഉളു കൊണ്ടാണ് മുഅ്മിനീങ്ങളെ ദീർഘമായ ഉളുവെടുക്കുന്ന ആളില്ലേ നീട്ടി ഉളുവെടുക്കുന്ന ആളില്ലേ കാല് മുട്ട് തോൽ ഉളുവെടുക്കുന്ന ആളില്ലേ കൈ കുഞ്ചു തോൽ ഉളുവെടുക്കുന്ന ആളില്ലേ ഇങ്ങളെ ഓരോ ഭാഗം നാളെ ആഖിറത്തിൽ നല്ല കത്തി പ്രകാശിക്കൂ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ലൈറ്റും കണ്ടിട്ട് ഞങ്ങളെ ഗുരുത്തം പിടിക്കൂ നാളെ ഹൗദുറ മുട്ടമാണ് ഹൗദുറ മുട്ടം എത്തിപ്പെട്ടത് ഉളുവടെ കൊണ്ട് കൈകാല് പ്രകാശിക്കടെ മുഅ്മിനീങ്ങ ആണ് ചെന്ന് പടിപാടി തന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനീങ്ങളെ ഉഗുരെടുക്കില്ലേ ഞങ്ങ രണ്ട് ഉമ്മമാരെ ശ്രദ്ധിക്കണം ഞങ്ങളെ ഉഗുറ് പുറത്തു പോന്നു പോകു തീറാ കണ്ടത് ഹറാമാണത് ആണിങ്ങളെ ഞങ്ങളെ ഉഗുറ് മറമാടൽ സുന്നത്താണത് പെണ്ണിങ്ങളത് വാജിബാണത് അറ്റ്ലീസ്റ്റ് ഒന്ന് ഗുളിയെടുത്ത് പൂത്തുകയില്ലെങ്കിലും ഞങ്ങളെ ഒത്തുല് വാഷിബേസിന് കൊരടിയുണ്ടാ ഞങ്ങളെ ഒത്തുല് ടോയ്ലറ്റിന് കൊരടിയുണ്ടാ ഞങ്ങൾ എടുത്ത ഉഗുറും ഒന്ന് ടോയ്ലറ്റ് കൊണ്ടികൊന്നിട്ടുപൂടാ അല്ലെങ്കിൽ വാഷ് ബേസിന് കൊന്നിട്ടുപൂടാ അതങ്ങനെ ആരും കാണാത്ത ജാഗത്തേക്ക് പോയി എത്തിപ്പെടട്ടെ മുഅ്മിനീങ്ങളെ ഇങ്ങനെ ഓരോ സുന്നത്തും ഞങ്ങളെ കൈകാല് കൊണ്ടെടുക്കുന്ന സുന്നത്തും ഞങ്ങൾ തപ്പാണ്ട് എടുക്കണാണ്ട് കണ്ടെങ്കിൽ ഉദൂറുള്ള സുന്നത്ത് എത്ര മുഅ്മിനീങ്ങളെ ആ പല്ലുള്ള സുന്നത്ത് എത്ര മുഅ്മിനീങ്ങളെ ഓരോ നിസ്കാരത്തിലും ബ്രഷാക്കി ജീവിച്ച മഹാനല്ലേ ഓരോ ഉദൂലും ബ്രഷാക്കി ജീവിച്ച മഹാനല്ലേ എല്ലാ ഖുർആൻ ഓതമ ബ്രഷാക്കിയ നേതാവല്ലേ സുബ്ഹാനല്ലാഹ് ബായമനം നബിതങ്ങൾക്ക് ഇഷ്ടമല്ലല്ലേ പച്ചനീരുള്ളി നബിതങ്ങൾക്ക് ഇഷ്ടമല്ലല്ലേ വെള്ളുള്ളി നബിതങ്ങൾക്ക് ഇഷ്ടമല്ലല്ലേ എന്തേ ഈ ബായമനം കൊണ്ട് ഇനർത്തല മനസ്സുകു നമ്പലായി പോവൂ ഇനർത്തല അതേ മൂക്കുകു തൊന്തരയായി പോവൂ നണ്ട കൊണ്ട് മനം പോലും തൊന്തരയായി പോകു തീറ ചൊന്നിട്ട് ചിന്തിച്ച നേതാവിടെ ഉമ്മത്താണ് മുഅ്മിനീങ്ങളെ ഞങ്ങൾ എല്ലാവരും അതുകൊണ്ട് അതുപോലെ ഞങ്ങൾ ജീവിക്കണമാ എങ്കിൽ മഹാന്മാർ പടിപാടി തന്ന ആറ് ഞങ്ങളെ കൈക്കും ഞങ്ങളെ കാലുകും ഞങ്ങളെ അതേ മുഖത്തുകും നല്ലൊരു പ്രകാശം പടച്ചിറപ്പിട്ട് തണ്ട ആ പ്രകാശം ഇട്ട് തന്ന കാരണം കൊണ്ട് പല നല്ലതും അല്ലാഹു ഞങ്ങളെ എത്തുപാട്ടറ പല തപ്പിട തൊട്ടും അല്ലാഹു ഞങ്ങളെ തിരിപ്പാട്ടറ ഇത് കളവല്ല സുന്നത്തുമായി ജീവിക്കുന്ന ആളുകൾ പിന്നെയും പിന്നെയും നല്ലതാക്കുള്ള തൗഫീഖ് പടച്ചിറപ്പ് കൊടുക്കൂടാ ആരിസുൽ മുഹാസിബി റളിയല്ലാഹു അൻഹുടെ മുന്നിൽ ഒരു പ്ലേറ്റ് അതേ നാഷ്ടം കൊമന്ന് വെച്ചപ്പ മഹാനായ ഹാരിസുൽ മുഹാസിബി റളിയല്ലാഹു അൻഹു വല്ലാത്ത സുന്നത്തെടുത്ത് ജീവിക്കട മഹാനാണ് നാഷ്ടത്തെ മുന്നിലിങ്ങനെ കൈകൊം പോയപ്പ അവിടത്തെ കൈയുടെ ബരളിങ്ങ രക്തത്തെ കളറായി പോയിട്ട് റെഡ് കളറായി പോയിട്ട് കാരണം ആ നാഷ്ടകം തിന്നുക പറ്റിയ നാഷ്ടമല്ല ഹറാമായ നാഷ്ടമാണ് സുന്നത്തെടുത്ത് ജീവിക്കട മുഅ്മിനുള്ളാണ് എങ്കിൽ ഹറാമുടെ സാഹചര്യം പടച്ചിറപ്പില്ലാണ്ടാക്കുക സൈനുദ്ദീനുൽ മഖ്ദൂം റളിയല്ലാഹു അൻഹുടെ മുന്നിൽ വറൗത്തുക
പോയിട്ടാവുമ്പോ ആൽമാർ നല്ല കുംബ്ലിങ്ങയുടെ ചാറ് വെച്ച് കൊടുത്തില്ലേ? കുംബ്ലിങ്ങ ഇങ്ങനെ നോക്കിയിട്ടാവുമ്പോ മഹാൻ ചൊന്നില്ലേ, ഈ കുംബ്ലിങ്ങയുടെ വഗ്യൊന്ന് നിങ്ങൾ ഔത്തര പെഞ്ഞായിട്ട് കേട്ടു നോക്കറൂ. ഇത് ആരെ കുംബ്ലിങ്ങ ചെന്നിട്ട് കേട്ടു നോക്കറൂ. സുബ്ഹാനല്ലാഹ്. ആ കുംബ്ലിങ്ങയുടെ വഗ്യ ഔത്തര പെഞ്ഞായിട്ട് പോയി കേട്ടിട്ടാവുമ്പോ ആ ഉമ്മ ചെന്ന ഉത്തരം അതെ ഈ കുംബ്ലിങ്ങ പാതി ഞങ്ങളെ ഉത്തരതാണ്, പിന്നെ രണ്ട് കുംബ്ലിങ്ങ അപ്പുറത്തെ ഉത്തരതാണ്. നാണത്തെല്ല് യാറാവട്ട് ചൊന്നിട്ടാണത് മിക്സ് ആക്കിരേ. ഈ മഹാന്റെ കണ്ണുക ആ എക്സ്ട്രാ ഉള്ള കുംബ്ലിങ്ങ റെഡ് കളറായി കണ്ടെത്ത്. ഇങ്ങനെ സുന്നത്തെടുത്ത് ജീവിക്കട മഹാന്മാർ തപ്പുങ്ങളെ തൊട്ട് വലിയ അഭയം കിട്ടി പോണ്ട് മുഅ്മിനീങ്ങളെ. സുന്നത്തെടുത്ത് എടുത്ത് എടുത്ത് റബിയ റളിയല്ലാഹു അൻഹാ റസൂലുള്ളാഹിയുടെ പുഞ്ചിരിക്ക് പേനായിട്ട് മാത്രം 4000 റക്അത്ത് നിസ്കരിച്ച മഹദിയാണ് അബ്ദുൽ വഹാബ് ശഅറാനി റളിയല്ലാഹു അൻഹുയുടെ ഉസ്താദ്. എല്ലാ നാളും റസൂലുള്ളാഹിയെ സന്തോഷപ്പെടുത്തുക 40,000 സ്വലാത്ത് ചൊന്ന മഹാനാണ്. ഓ മുഅ്മിനീങ്ങളെ, മക്ക ബടക്കായിടാറ് ചൊല്ല കംപ്ലൈന്റ് ഉണ്ടാ, സ്വന്തം ജീവിതം കളഞ്ഞു പോയിത്തല്ല ചൊല്ല ടെൻഷൻ ഉണ്ടാ, ദാരിദ്ര്യം വന്നു പോയിത്തല്ല ചൊല്ല ടെൻഷൻ ഉണ്ടാ, പെഞ്ഞായ്മക്കം സരിയില്ല ചൊല്ല ടെൻഷൻ ഉണ്ടാ, ജീവിതത്തിൽ നെമ്മതിയില്ല ചൊല്ല ടെൻഷൻ ഉണ്ടാ. ഒറ്റമൂലിയാണ് മഹാനായ സയ്യിദുനാ സുലൈമാനുൽ ജസൂലി റളിയല്ലാഹു അൻഹു ചൊന്നേ, എല്ലാത്തുകൊള്ള ഒരേ ഒരു മരന്താണ് അസ്സലാത്തു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പടച്ച റബ്ബേ, ഞങ്ങളെ മജ്ലിസിനെ കബൂലാക്കണം റഹ്മാനെ. മുഅ്മിനീങ്ങളെ വന്ന് എല്ലാവരും മെഞ്ചിനുണ്ടെങ്കിലാ നോ ഒന്ന് ദുആർന്ന് പിരിയന്ത് പടച്ച റബ്ബ് ഞങ്ങളെ മജ്ലിസ് കബൂലാക്കട്ടെ. ഇമാമുന സുയൂത്തി റഹിമഹുല്ലാഹ് ആയിരക്കണക്കിൽ കിതാബ് എഴുതിയ മഹാനാണ്, മുഹദ്ദിസാണ്, ഫഖീഹാണ്, വല്ലാത്ത മഹാനാണ്. ദർസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ ഒരു ഹദീസിന്റെ ചർച്ച അവിടെ പണ്ട് മയ്യറാനി ഫിൽ മനാമി ഫസയറാനി ഫിൽ യഖ്ളാ. നണ്ട ഒരാള് കിനാവിൽ കണ്ടാണ്ട് കണ്ടെങ്കിൽ അവന് നണ്ട യസർത്തിലും കാണുക പോണ്ട. സുയൂത്തി ഇമാമി ഹദീസുമായി ചർച്ചക്ക് ദർസിൽ നിൽക്കുമ്പോ ശിഷ്യന്മാരെ കൂട്ടത്തിൽ ഒരു ശിഷ്യൻ നെഞ്ചിനുണ്ട് കേട്ടു, ഉസ്താദേ എങ്കിൽ എത്ര പാട്ടം റസൂലുള്ളാഹിയുടെ കണ്ടാറ് നിങ്ങ മാഞ്ചന്തു അക്സറ മിൻ 70 പ്രാവശ്യം റസൂലുള്ളാഹിയുടെ നാന് കണ്ടറ. ശിഷ്യയുടെ ചോദ്യം തുടർന്നെത്തിയെങ്കിൽ ഉസ്താദേ അവസാനം കണ്ടപ്പോ റസൂലുള്ളാഹിയുടെ മുന്നിലും നിങ്ങൾ കേട്ട ക്വസ്റ്റൻ എന്തിനാണ്? മഹാനായ സുയൂത്തി ഇമാം റസൂലുള്ളാഹിയുടെ മുന്നിൽ കേട്ട ക്വസ്റ്റൻ ചൊന്നു കൊടുക്കൊടു. ഞാൻ നബി തങ്ങൾ അവസാനമായി കണ്ടപ്പോ കേട്ടത്, നബിയേ അനഫിൽ ജന്നത്തി അം ഫിന്നാർ, നാണ് സ്വർഗത്തിലെ നബിയേ നരകത്തിലെ നബിയേ? അന്ത ഫിൽ ജന്ന, മോനെ സുയൂത്തി നീ സ്വർഗത്തിലാണ്. ഞാൻ പിന്നെ കേട്ട ക്വസ്റ്റൻ, നബിയേ അനമിനസ് സാബിഖീൻ, നാണ് അതേ സ്വർഗത്തിൽ മുന്നിൽ പോണ്ട ആൽമാര കൂട്ടത്തിൽ പെട്ടവനാ, അല്ല ലാസ്റ്റ് പോണ്ട ആൽമാര കൂട്ടത്തിൽ പെട്ടവനാ? ചോദ്യത്തിന് ഉത്തരം അന്ത മിനസ് സാബിഖീൻ. മുഅ്മിനീങ്ങളെ, അതുപോലെയുള്ള മഹാന്മാരെവിടെ? ഞങ്ങൾ എവിടെ? റസൂലുള്ളാഹിയുടെ മുടിയുടെ മഹത്വം മനസ്സിലാക്കാത്ത നങ്ങ, ചെരുപ്പിടെ മഹത്വം മനസ്സിലാക്കാത്ത നങ്ങ, അവിടുത്തെ പേർപ്പിടെ മഹത്വം മനസ്സിലാക്കാത്ത നങ്ങ, അവിടുത്തെ ഡ്രസ്സിയുടെ മഹത്വം മനസ്സിലാക്കാത്ത നങ്ങ. റസൂലുള്ളാഹിയുടെ മുന്നിൽ എത്തിപ്പെട്ടത് എങ്ങനെയാണ് മുഅ്മിനീങ്ങളെ? ഓരോന്നുകും ആയിരക്കണക്കിനുള്ള കിതാബുകൾ രചിക്കപ്പെട്ടില്ലേ? എല്ലാരും റസൂലുള്ളാഹിയുടെ ഖിദ്മത്ത് എഴുതിട്ടും മദ്ഹ് ചെന്നിട്ടും വാള് ചൊന്നിട്ടും പാടിയിട്ടും ഖിദ്മത്ത് നടത്തിയില്ലേ? അങ്ങെല്ലാരും റസൂലുള്ളാഹിയുടെ മുന്നിലടുത്തു പോയില്ലേ? ഞങ്ങൾ ഈ ചീഞ്ഞി നാരിയ ഞങ്ങൾ എവിടെയാണ് അടുക്കുകൊള്ളേ? പടച്ച റബ്ബേ, ഞങ്ങൾ നീ സലാമത്താക്കണം റഹ്മാനെ. ധാരാളം സ്വലാത്ത് ചൊല്ലി റസൂലുള്ളാഹിയുടെ മുഹിബ്ബീങ്ങളിൽ ഞങ്ങൾ നീ പെടുത്തി അനുഗ്രഹിക്കണം അല്ലാ. ചൊല്ലതിന് നല്ല ഇഖ്ലാസ് നീ തരണം അല്ലാ. ജീവിതത്തിൽ നല്ല തഖ്വ നീ തരണം
അല്ലാഹ്. കാമിലായ ഈമാനും മഹബ്ബത്തും കിട്ടി മരിക്കട സ്വാലിഹീങ്ങളിൽ സജ്ജനങ്ങളിൽ ഞങ്ങളെ നീ പെടുത്തണം അല്ലാഹ്. മരിക്കര ടൈമാവുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അചഞ്ചലമായ പലക്കം തൗഹീദിന്റെ കലിമത്ത് ഉച്ചരിച്ച് മരിക്കുമ്പോൾ അവസാന ടൈം റസൂലുള്ളാഹിയുടെ ധന്യമായ ഹുളൂർ സാന്നിധ്യം നമുക്ക് നീ കാട്ടിത്തരണം അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.